Good morning. Harasata, good morning. Good morning. Yes. എന്തുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ കണ്ടില്ല. ഇല്ല, ഇന്നലെ തിരക്കിലായി പോയി. ഞാൻ പറഞ്ഞതല്ലേ, അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് പോകാൻ തോന്നുന്നു. ശരിക്കും മഴ എഴുന്നേൽക്കാൻ പറ്റി, അതാണ് കാര്യം. ഓക്കെ, അപ്പോ ഇന്ന് നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ബൈജുബായുടെ. ബൈജുബായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് സുന്ദരനായിട്ടാണല്ലോ, ഗ്ലാമർ ആണല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, എങ്ങനെ നമുക്ക് തുടങ്ങാം? ടീം മെമ്പേഴ്സിനെ വിളിച്ചോണ്ടത്തിന്റെ പരിപാടിയൊന്നും ടീം ലീഡേഴ്സിന് ഇല്ല തോന്നുന്നുണ്ട് അല്ലെ? സാർ വിളിച്ചിട്ടുണ്ട്, ആരും ഫോൺ എടുത്തൊന്നുമില്ല. പ്രയോറിറ്റി മാറി. ഇനീഷ്യൽ എന്തൂസിയാസം, ഇതിനെയാണ് പറയുക ഇനീഷ്യൽ എന്തൂസിയാസം. ആരംഭ ശൂരത്വം എന്ന് മലയാളത്തിൽ പറയും. ഏതൊരു കാര്യത്തിനും കേൾക്കുന്നതിന്റെ മുന്നേ ചാടി പുറപ്പെടും. അത് കഴിഞ്ഞിട്ട് ആ ഒരു എനർജി അതുപോലെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ ബിസിനസ് ഗ്രാഫ് എന്ന് പറയുന്നത് ഐദർ ഒറ്റ സിംഗിൾ ലൈൻ പോലെ പോകുന്നത്, അല്ലെങ്കിൽ താഴത്തേക്ക് പോകുന്നത്. മുകളിലേക്കുള്ള ഗ്രാഫ് വളരാത്തതിന് കാരണം ഈ ഇനീഷ്യൽ എന്തൂസിയാസം ആണ്. പ്രോക്രാസിനേഷൻ എന്ന് പറയുന്ന മനുഷ്യനെ നശിപ്പിക്കുന്ന ക്യാൻസറിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവമാണ് ഈ ഇനീഷ്യൽ എന്തൂസിയാസം. രണ്ട് കാര്യങ്ങളാണ് ശരിക്കും പ്രോക്രാസിനേഷനിൽ നശിപ്പിക്കുന്നത്. ഒന്ന് പെർഫെക്ഷനിസം, രണ്ട് ഇനീഷ്യൽ എന്തൂസിയാസം. തുടക്കം അതുപോലെ നിലനിർത്താൻ പലപ്പോഴും പറ്റില്ല. അത് ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, സുഹൃത്ത് ബന്ധങ്ങളിലായിക്കോട്ടെ, ബിസിനസ് ജീവിതത്തിലായിക്കോട്ടെ, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളാണ് മനുഷ്യനെ തകർക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്, ഞാൻ ബൈജുബായ് ആൾക്കാർ വരട്ടെ തീർത്തിട്ടോ എന്റെ പ്രസംഗം. അത് കണ്ടിന്യൂ ചെയ്തു പോവുക. ഒരു കാര്യം തുടങ്ങി അതുപോലെ ആ കാര്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ റിസ്കി ജോബാണ്. ആ റിസ്ക് ആണ് ബിസിനസ്സുകാരൻ ജീവിതത്തിൽ എടുക്കേണ്ടത്. അതിനാണ് നമ്മൾ 21 ദിവസം എന്ന് പറയുന്ന ഹാബിറ്റ് മേക്കർ കോൺസെപ്റ്റ് നമ്മൾ ചെയ്തത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ആർക്കും വേണ്ട, അതാണ് ഒന്നാമത്തെ കാര്യം. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അയ്യോ ആ ഫ്രീ അല്ലേ, അതിനത്ര വിലയല്ലേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ രാവിലെ 6 മണിക്ക് എഴുന്നേക്കണം എന്നൊക്കെ കരുതും. പക്ഷെ എനിക്ക് തലയ്ക്ക് സുഖമില്ല, ബോഡിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി വെക്കും. ഇതൊന്നും ശരിയല്ല കുട്ടാ. ജീവിതത്തിൽ നല്ല ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം എക്സ്പെക്ട് ചെയ്യുള്ളൂ, കാശ് വേണം, കാശ് വേണം. കാശ് വരാൻ എഫേർട്ട് ഇടണം, ശരിയല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് തുടങ്ങാം? 6:05 വെയിറ്റ് ചെയ്യണോ? 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണോ? നമുക്കിന്ന് ബൈജു വൈദ്യക്കാരൻ എന്ന് പറയുന്ന നമ്മുടെ ടീംമേറ്റ് ആയ ബൈജു ബായുടെ ക്ലാസ് ആണ്. അദ്ദേഹം ഒരു HR സ്പെഷ്യലിസ്റ്റ് ആണ് ബേസിക്കലി. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ട്രെയിനിങ് തന്നെയാണ്. അപ്പോ അദ്ദേഹം ഉപയോഗിച്ച രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് മേടിച്ചൊരു ക്ലാസ് ആണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. വേറെ ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല എനിക്കൊരു ക്ലാസ് വേണം. ഒരു ബിസിനസ്സിൽ ആദ്യത്തെ കാര്യം നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചോദിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് ക്ലാസ് എടുക്കണം, സാർ ഒന്ന് ശ്രദ്ധിക്കണം, അത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ചിലപ്പോൾ എന്നേക്കാൾ ക്ലാസ്സുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചത് തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ അവസരം കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം എടുക്കുന്നത് ആക്ച്വലി അദ്ദേഹം HR ഒരുപാട് ട്രെയിനിങ് എടുത്ത്, ഗവൺമെന്റ് ട്രെയിനിങ്സുകൾ അടക്കമുള്ള ട്രെയിനിങ്സുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ JCIയുടെ ട്രെയിനിങ്സുകൾ, ഹിപ്നോ തെറാപ്പിസ്റ്റ് ആണ് അദ്ദേഹം.
പിന്നെ കുറെ മാസ്റ്റർ ട്രെയിനറാണ്, ട്രെയിനിങ് ഓഫ് ദ ട്രെയിനേഴ്സ്, TOT എല്ലാം എടുക്കുന്ന ആളാണ്. സോ അദ്ദേഹം ഇന്ന് എടുക്കുന്നത്, ഞാൻ നേരത്തെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ, ബിസിനസ്സിലെ ഏറ്റവും നല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ബിസിനസ്സിലെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റികൾ ഒന്നാണ് അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ്. നമ്മുടെ ബിസിനസ് ഒരു കസ്റ്റമർ ഉണ്ടായ റിപ്പീറ്റഡ് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ് അപ്സെൽ ആൻഡ് ക്രോസ് സെൽ. നമ്മൾ ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന ഒരു വിഭാഗമാണ് റിപ്പീറ്റഡ് കസ്റ്റമർ. സോ എങ്ങനെ നമുക്ക് റിപ്പീറ്റഡ് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും നമ്മുടെ ബിസിനസ്സിലെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കും. സോ അടുത്ത ഒരു മണിക്കൂർ അദ്ദേഹത്തിൻ്റെതാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ബൈജു. വെൽക്കം ടു അവർ ക്വിസ് ടോക്ക്. ഈ ഒരു പ്രോഗ്രാമിൽ താങ്കളുടെ എല്ലാ കഴിവും പുറത്തെടുക്കുക, എല്ലാ രീതിയിലും മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യുക. താങ്ക് യു. വെൽക്കം ടു ക്വിസ് ടോക്ക്. ഇറ്റ് സ്റ്റേജ് ഈസ് യുവേഴ്സ്. താങ്ക് യു സർ, താങ്ക് യു. എന്നെ ഇതിലുള്ള എല്ലാവർക്കും കണ്ടുപരിചയം ഉണ്ടായിരിക്കാം. ഞാനും സൈഡിലിരുന്ന് ഇതേപോലെ ശ്രീജിത്ത് സാറിന്റെ ക്ലാസ് കേൾക്കുണ്ടായ ഒരാൾ തന്നെയാണ്. ഞാൻ സെയിൽസ് ട്രെയിനിങ് എടുക്കാറുണ്ട്. എങ്കിലും ശ്രീജിത്ത് സാറിനെ പോലെയുള്ള ഒരു മഹത്തായ വ്യക്തിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്താണ്. പിന്നെ നിങ്ങളുടെ എന്തൂസിയാസം, 6 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഇത്തിരി മടി പിടിച്ച കാര്യമാണ്. പക്ഷെ ഇവിടെ അതിന് താല്പര്യം കാണിക്കുന്ന കുറച്ച് പേരുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ ബിസിനസ്, സ്വന്തം ബിസിനസ് എങ്ങനെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകണം, ഇനിയുള്ള ജീവിതം എങ്ങനെ കൂടുതൽ മികച്ചതാക്കണം എന്നുള്ള നിങ്ങളുടെ ചിന്തയിൽ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 6 മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കുന്നതും ഈ ക്ലാസ് കേൾക്കുന്നതും, അതുപോലെ തന്നെ ഇതിലുള്ള ഇന്ററാക്ഷൻസ് നല്ല നല്ല ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നില്ല എങ്കിലും ചോദിക്കുന്ന ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ആവശ്യമുള്ളതാണ്, അവരുടെ മനസ്സിലും ഉള്ളത് കൊണ്ടായിരിക്കും മറ്റുള്ളവർ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കാത്തത്. പക്ഷെ അതിന് തരുന്ന മറുപടികൾ, അത് നമ്മളുടെ ജീവിതത്തിലും ബിസിനസ്സിലും ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗ്രോത്തുകൾ, ഈ 21 ദിവസം കഴിയുമ്പോൾ ശ്രീജിത്ത് സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രോത്ത് നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കും. ആ ഗ്രോത്ത് കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്സെൽ ആൻഡ് ക്രോസ് സെൽ. നമ്മളെല്ലാവരും ചെയ്യാറുണ്ടായിരിക്കാം. എല്ലാവർക്കും അറിയാലോ അപ്സെൽ എന്താണ്, ക്രോസ് സെൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഓൾറെഡി നിങ്ങൾ ബിസിനസ്സിലായ ആൾക്കാരായതുകൊണ്ട്, ബിസിനസ് ഓണേഴ്സ് ആയതുകൊണ്ട്. പക്ഷെ സ്റ്റാഫ് ആണെങ്കിൽ അവർക്ക് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് പീപ്പിൾ ആണെങ്കിൽ അവർക്ക് അറിയില്ലായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് അതൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ബിസിനസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം എപ്പോഴും അപ്സെൽ എന്താണ്, ക്രോസ് സെൽ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. നമ്മളിവിടെ നമ്മളുടെ ഈ ബിസിനസ്സിൽ ഈ അപ്സെല്ലും ക്രോസ് സെല്ലും എങ്ങനെ ഉപയോഗിക്കാം, ഏത് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് തരിക എന്നുള്ളതാണ്. അതിന് വേണ്ട തോട്ട്സ് നമ്മൾ തരും. ഒപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തൊക്കെ മേഖലകളിലാണ് അപ്സെൽ ഉണ്ടാക്കുക, ഏതൊക്കെ മേഖലയാണ് ക്രോസ് സെൽ ഉണ്ടാക്കുക എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചുണ്ടാക്കണം. അതല്ലെങ്കിൽ അതിനാണ് ശ്രീജിത്ത് സാർ ഇന്നലെ പറഞ്ഞ മെന്റർഷിപ്പ്. ആ മെന്റർഷിപ്പ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ശ്രീജിത്ത് സാറിന്റെ വിദഗ്ധമായ ഉപദേശം ഉണ്ടായിരിക്കും. ഇതാണ്, ഈ രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ അപ്സെല്ല് നടത്താൻ പറ്റും, ഈ രീതിയിൽ ക്രോസ് സെല്ല് നടത്താൻ പറ്റും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച്. അത് ചെയ്യുമ്പോഴാണ് കൃത്യമായ രീതിയിൽ നമ്മൾ എവിടെയാണോ ഇത് സപ്ലൈ ചെയ്യുന്നത്, B2B ആണോ B2C ആണോ എന്നല്ല, എവിടെയാണോ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അവിടെ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എന്തായാലും ശ്രീ സാർ വളരെ മനോഹരമായി പരിചയപ്പെടുത്തി തന്നു. അതിന് വളരെയധികം താങ്ക് യു സാർ, താങ്ക് യു. അപ്സെല്ലിംഗ് ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നാണ് എന്നാണ് പലരുടെയും വിചാരം. പക്ഷെ രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാ. അപ്സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇതിൽ രണ്ടിലും ഉപഭോക്താവ് വരുന്നത് ഒരു സാധനം വാങ്ങണം എന്നുള്ള തീരുമാനത്തിന്റെ പുറത്താണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യും. ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിനെക്കാട്ടും വാല്യൂ ആഡഡ് ആയ പ്രൊഡക്ട്സ്, ആ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുന്ന പറയുന്ന പേരാണ് അപ്സെൽ. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ഹോട്ടലിൽ ഊണ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ ഹോട്ടലുകാരന്റെ മിടുക്കാണ് അത് ബിരിയാണി കഴിപ്പിക്കുക എന്നുള്ളത്. അവിടെ നടക്കുന്നത് അപ്സെല്ലാണ്. ഊണ് കഴിക്കാൻ കയറിയാൽ നമ്മളെ കൊണ്ട് ബിരിയാണി കഴിപ്പിക്കുക എന്നുള്ളത്. അവിടെ പുറത്തുള്ള ബിരിയാണിയുടെ ഫോട്ടോസ്, അല്ലെങ്കിൽ ആ ഹോട്ടലിനെ കുറിച്ചുള്ള ഫീഡ്ബാക്സ്, അതിന്റെ റിവ്യൂകൾ, അവിടുത്തെ ബിരിയാണി നല്ലതെന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഇത് ആ ഹോട്ടലാണല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മൾ ഊണിന് പകരം ബിരിയാണി ആക്കുന്നു. അത് അപ്സെല്ലാണ്. ഇതാണ് അപ്സെൽ എന്ന് പറഞ്ഞൊരു ഭാഗം. ഇനി ക്രോസ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തു, ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങാൻ വരുമ്പോൾ
ആ സാധനത്തിനോട് അനുബന്ധമായിട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ടാവും, വേറെ കുറെ സാധനങ്ങൾ വേണ്ടി വരും. അതാണ് ക്രോസ് സെൽ. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അപ്സെൽ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന വ്യക്തി ഒരു സാധനമേ വാങ്ങുള്ളൂ, പക്ഷെ അതിന്റെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും വാങ്ങുക. ക്രോസെൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു സാധനം വാങ്ങാൻ വന്ന വ്യക്തിയെ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ തന്നെ മറ്റ് അനുബന്ധ സാധനങ്ങളും കൂടി വാങ്ങിപ്പിക്കുന്ന പറയുന്ന പേരാണ് ക്രോസ്. വളരെ സിമ്പിൾ ആണ്. ഈ ക്രോസെല്ലിന് വളരെ മികച്ചൊരു കഥ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കഥയായിരിക്കാം, എങ്കിലും ഞാനതൊന്ന് പറയാം. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സെയിൽസിൽ ആദ്യമായിട്ട് ഒരു പയ്യൻ വന്നു. ആ പയ്യൻ ആദ്യമായിട്ട് ഒരു കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാണ്. ആ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമർ വന്നിട്ട് ചൂണ്ടയാണ് ചോദിച്ചത്. അപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു, പുതിയ സെയിൽസ്മാൻ്റെ അടുത്തേക്ക് വിട്ടു, ചെയ്തോളാൻ പറഞ്ഞു. ആ ചൂണ്ട വാങ്ങാൻ വന്ന കസ്റ്റമറെ കൊണ്ട് ബോട്ട് വരെ വാങ്ങിപ്പിച്ച സെയിൽസ്മാൻ ആണ് അയാൾ. അയാള് ചൂണ്ട വാങ്ങാൻ വന്നു. അപ്പൊ അയാൾ സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ വീട്ടില് ഭാര്യ പുറത്തേക്ക് പോയിരിക്കുകയാണ്, ഭാര്യയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, അതുകൊണ്ട് നേരം പോകാൻ വേണ്ടിയാണ് ചൂണ്ടുന്നത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചൂണ്ടാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് വേണ്ടി വരും, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വെള്ളം വേണ്ടി വരും, അത് വാങ്ങിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു, നിങ്ങൾ ചൂണ്ടാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. ആ ചൂണ്ടാൻ പോകുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കായലിലാണെന്ന് പറഞ്ഞപ്പോൾ ചൂണ്ടയ്ക്ക് നീളം കൂടുതൽ വേണം, അങ്ങനെ ആകുമ്പോൾ വലിയ മത്സ്യങ്ങൾ കിട്ടും. ആ വലിയ മത്സ്യങ്ങളെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സൂക്ഷിക്കാനായിട്ട് ഒരു ഐസ് ബോക്സ് വേണം. ഈ ഐസ് ബോക്സ് നിങ്ങൾ ഇങ്ങനെ ചൂണ്ടരിക്കുമ്പോൾ നല്ല വെയിലുണ്ടായിരിക്കും, വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു കുട വേണം. അതെല്ലാം വാങ്ങി കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു, നിങ്ങൾക്ക് കൂടുതൽ വലിയ മീനുകൾ വേണമെങ്കിൽ നിങ്ങൾ കായലിന്റെ ഉള്ളിലേക്ക് പോകണം, അതിനുവേണ്ടി ഇവിടെ ഒരു ബോട്ട് ഉണ്ട്, ആ ബോട്ടും കൂടി വാങ്ങാം എന്ന് പറഞ്ഞു. അതിനുശേഷം ബില്ല് ചെയ്യുന്ന സമയത്ത് ഏകദേശം 5 ലക്ഷം രൂപ ബില്ലായി എന്നാണ് പറയുന്നത് കഥയിൽ. അപ്പോൾ മാനേജർ വന്ന് ചോദിച്ചു, അദ്ദേഹം ബോട്ട് വാങ്ങാനാണോ വന്നത്, നിങ്ങൾ ഇത്രയധികം ചെലവ് നടത്താനായിട്ട്? അല്ല, അദ്ദേഹം ചൂണ്ട വന്നത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അനുബന്ധമായ സാധനങ്ങൾ വിൽപ്പിച്ചിട്ടാണ് ബോട്ട് അടക്കം വാങ്ങിയിട്ട് 5 ലക്ഷമായത്. എന്നിട്ട് അതിൽ തമാശ രൂപേണ പറയുന്നത് ആ സെയിൽസ്മാൻ ഒരു മലയാളിയാണ്. ഈ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ക്രോസ് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ആ കഥ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ഉപഭോക്താവിനോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ ആവശ്യത്തിന് ഉതകുന്ന കാര്യങ്ങൾ, അതിനോട് അനുബന്ധമായ കാര്യങ്ങൾ, അല്ലാതെ അതിനോട് അനുബന്ധമില്ലാത്ത കാര്യങ്ങളല്ല അദ്ദേഹം റെഫർ ചെയ്തത്, അനുബന്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം എപ്പോഴും അവിടെ റെഫർ ചെയ്തത്. ഇത് തന്നെയാണ് നമ്മളുടെ ബിസിനസ്സിലെ ക്രോസ് സെല്ലിംഗ് നടത്തേണ്ടത്. ഈ ക്രോസ് സെല്ലിങ്ങും അപ്സെല്ലിങ്ങും നടത്തുന്ന സമയത്ത് നമ്മളുടെ ബിസിനസിന്റെ റവന്യൂ കൂടും, നമ്മൾ അറിയാതെ കൂടുന്നതാണത്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേക എഫേർട്ട് ഉണ്ടല്ലോ. കാരണം ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്ത് വിടുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമായത്. നിങ്ങളുടെ ഒരു നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഏതെങ്കിലും ഷോപ്പിലോ സൂപ്പർ മാർക്കറ്റിലോ വെക്കുന്ന സമയത്ത് അവിടെയുള്ള സെയിൽസ്മാനെയോ അല്ലെങ്കിൽ മാനേജരെയോ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ബോധം ഉണ്ടാക്കി കൊടുക്കണം. ഇതിന് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, ഇങ്ങനെ ഒരു സെയിൽ ഉണ്ട്, ക്രോസ് സെല്ല് ഉണ്ട്, ഇതിന്റെ അപ്സെല്ല് ഉണ്ട്. ഈ ക്രോസ് സെല്ലും അപ്സെല്ലും ചെയ്യാനായിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇൻക്രീസ് ആവറേജ് ഓർഡർ വാല്യൂ. നമ്മളുടെ ഓർഡർ വാല്യൂ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. കാരണം ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വന്ന വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ഹൈ എൻഡ് പ്രൊഡക്റ്റ് എടുപ്പിക്കുകയോ അതല്ലെങ്കിൽ അതിനോട് അനുബന്ധമായ മറ്റു പ്രൊഡക്റ്റുകൾ എടുപ്പിക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കസ്റ്റമറുടെ എന്ത് സംഭവിക്കും, നമ്മുടെ ആവറേജ് ആയിട്ടുള്ള ഓർഡറിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. എന്നും ഒരേ നിലവിലല്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് ഒരു പക്ഷേ ഒരു കടയിൽ 100 ബോക്സ് ഇറക്കുന്നു, ഒരു കടയിൽ 50 ബോക്സ് ഇറക്കുന്നു. അങ്ങനെ തന്നെ നമുക്ക് സ്ഥിരമായി ആഴ്ചയിലോ 2 ആഴ്ചയിലോ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഷോപ്പിലെ മാനേജറോടോ ഷോപ്പ് ഓണറോടോ അല്ലെങ്കിൽ ആ സെയിൽസ്മാനോടോ നമ്മൾ അപ്സെല്ലും ക്രോസ് സെല്ലും, എന്റെ പ്രൊഡക്റ്റിൽ ഇങ്ങനെ ഒരു അപ്സെല്ലും ഇങ്ങനെ ഒരു ക്രോസ് സെല്ലും ഉണ്ട്, ഇത് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞാൽ അവർ അത് എടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളുടെ ഓർഡർ കൂടും. ഇങ്ങനെ ഓർഡർ കൂടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവും. സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമേഴ്സ് ആണ് നമുക്ക് എപ്പോഴും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരിക. സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിട്ട് പോകും. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉള്ള കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ ഒരിക്കലും അപ്സെല്ലും ക്രോസ് സെല്ലും ചെയ്യുമ്പോൾ കസ്റ്റമർ താല്പര്യം ഉണ്ടാകില്ല എന്നല്ല. കസ്റ്റമറെ സംബന്ധിച്ച് അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പോലും ചിന്തിക്കാത്ത കാര്യമാണ് നമ്മൾ ചിന്തിച്ച് അദ്ദേഹത്തിന് റെഫർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കുക. നമ്മളൊരു ഷോപ്പിലേക്ക് ഒരു സാധനം വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സെയിൽസ്മാനോ ഷോപ്പ് ഓണറോ അല്ലെങ്കിൽ മാനേജറോ നമ്മളുടെ അടുത്ത് വന്ന്
കൂടുതൽ അതിനോട് അനുബന്ധമായ സാധനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് റെഫർ ചെയ്ത് തരികയോ അതല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് റെഫർ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? നമുക്ക് ചിന്ത വരും, ഓ ശരിയാണല്ലോ, ഇതാണ് കുറച്ചുകൂടി നല്ലത്. അതിനുള്ള ടെക്നിക്സ് ഉണ്ട്, അതിനുള്ള ഇത് കസ്റ്റമർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ ബിസിനസ്മാൻ എന്ത് ബെനിഫിറ്റ് ആണ്, ഇത് ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്സെല്ലിങ്ങിന്റെയും ക്രോസ് സെല്ലിങ്ങിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ അപ്ഗ്രേഡിംഗ് ടു എ ഹയർ പ്രൈസ്ഡ് വേർഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് അപ്സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഹയർ ആയിട്ടുള്ള, അതിന്റെ ഇത്തിരി കൂടി വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുക എന്നുള്ളതാണ് അപ്സെല്ലിംഗ് എന്ന് പറയുന്നത്. ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഓഫറിംഗ് കോംപ്ലിമെന്ററി പ്രൊഡക്ട്സ് ഓർ സർവീസ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുമ്പോൾ അതിനെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള അതിനോട് അനുബന്ധമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനെ പറയുന്ന പേരാണ് ക്രോസ് സെല്ലിംഗ്. അപ്സെല്ലിംഗ് ക്രോസ് സെല്ലിംഗും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് തംസപ്പ് ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും. കാരണം നിങ്ങൾ ഇവിടെ ലൈവ് ഉണ്ട് എന്ന് എനിക്കറിയാലോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വരുന്നതാണ് ഈ അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞാലാണ് നമ്മൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല. നമ്മൾ മീൻസ് അത് കസ്റ്റമർ ആയിക്കോട്ടെ, ഷോപ്പ് ഓണർ ആയിക്കോട്ടെ, ബിസിനസ് ഓണേഴ്സ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നവരായിക്കോട്ടെ, ആരായാലും ഈ അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങിന്റെയും ബെനിഫിറ്റ്, അത് കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് ചിന്ത, ഇതൊരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ആയിരിക്കും കസ്റ്റമറെ സംബന്ധിച്ച്. കാരണം ഒരു കസ്റ്റമറുടെ അടുത്ത് അദ്ദേഹത്തിന്റെ വ്യക്തമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് ആവശ്യമായ വസ്തുവിനെ മാത്രം റെഫർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കും, ഓ ഇത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്, ടൈലർ മെയ്ഡ് പ്രൊഡക്റ്റ് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റിനോടും താല്പര്യം തോന്നും, ഈ ഷോപ്പിനോടും താല്പര്യം തോന്നും, ഈ സെയിൽസ്മാനോടും താല്പര്യം തോന്നും, കസ്റ്റമർ അവിടേക്ക് വീണ്ടും വരാൻ താല്പര്യം കാണിക്കും. കാരണം എന്നെ കൂടുതൽ പരിഗണിക്കുന്ന, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വീണ്ടും അവിടേക്ക് തന്നെയല്ലേ പോവുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്തേക്ക് വരുന്നതിനുള്ള കാരണം. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് അനുബന്ധമായ വസ്തുക്കൾ പറയുന്നു, ഒരു സാധനം വാങ്ങാൻ വന്ന വ്യക്തിക്ക് അതിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കുന്നു, ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് സെല്ലിംഗ് മറ്റുള്ള അനുബന്ധ സാധനങ്ങൾ. അതുകൊണ്ട് നമ്മളുടെ ബിസിനസ് റവന്യൂ കൂടുന്നത് വേറെ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻക്രീസ്ഡ് വാല്യൂ ആണ്. അതായത് ആ ഒരു സാധനം വാങ്ങുമ്പോൾ അതിനുണ്ടാകുന്ന മൂല്യത്തിന്റെ അളവ് കൂടും. എങ്ങനെയാണ് അത്? ആ വ്യക്തിയെ സംബന്ധിച്ച് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ, ഞാൻ വാങ്ങിയത് ഇന്ന് നഷ്ടമായിരുന്നു. സാധാരണ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന ആളുടെ മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു വസ്തു വാങ്ങാൻ വരുമ്പോൾ, അയ്യോ ഞാൻ ആ സാധനം, അതിന്റെ കൂടെയുള്ള സാധനം വാങ്ങാൻ മറന്നു പോയിരുന്നു എങ്കിൽ എനിക്കത് വാങ്ങാൻ പറ്റില്ലായിരുന്നു, അത് എന്നെ ഷോപ്പിലെ ആളെ ഓർമ്മിച്ചുകൊണ്ട് ഞാനത് വാങ്ങി. അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് അതൊക്കെ വരുന്ന സമയത്താണ് നമ്മളെ സംബന്ധിച്ച്, കസ്റ്റമറെ സംബന്ധിച്ച് കൂടുതൽ താല്പര്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റിലും നമ്മളുടെ ബിസിനസിനെ കുറിച്ചുള്ള വാല്യൂ ഇൻക്രീസ് ആവും. നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ബിസിനസ് കൂട്ടുന്നതൊപ്പം കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമറെ ഒരു സാറ്റിസ്ഫൈഡ് മോഡിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. നെക്സ്റ്റ് വരുന്നത് ഇംപ്രൂവ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫിറ്റ്. അതായത് കസ്റ്റമറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആവശ്യമുള്ള, അദ്ദേഹത്തിന് കൃത്യമായി എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബുക്ക് വാങ്ങാൻ ഷോപ്പിലേക്ക് നമ്മൾ ചെന്നു, നമുക്കൊരു ബുക്ക് മതി. അത് നമ്മളൊരു ബുക്ക് ചോദിക്കുന്ന സമയത്ത് കടക്കാരൻ ഒരു ബുക്ക് തരാണ്, 100 പേജിന്റെ ഉണ്ടായിരിക്കാം, 50 പേജിന്റെ ആയിരിക്കാം, 200 പേജിന്റെ ആയിരിക്കും, അതിൽ തന്നെ പല സൈസ് ഉണ്ടായിരിക്കും. പക്ഷേ ആ ഷോപ്പുകാരനോ അല്ലെങ്കിൽ ആ ബുക്ക് ഉണ്ടാക്കുന്ന കമ്പനിയോ നിങ്ങൾ കസ്റ്റമറുടെ നീഡ് അനുസരിച്ചുള്ള ബുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്ക് വാങ്ങാൻ വരുന്ന വ്യക്തിയോട് ചോദിക്കാം, ഏത് സർ ബുക്ക് വാങ്ങുന്നത്, എന്ത് എഴുതാനാണ്, ആണോ കോളേജിലാണോ കുട്ടി പഠിക്കുന്നത്, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ബുക്കിന്റെ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാൻ സാധിക്കും. അത് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആവില്ലേ? നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കസ്റ്റമേഴ്സ് ആണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ
ഷോപ്പിലുള്ള വ്യക്തി അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള വ്യക്തി നമ്മൾക്ക് ആവശ്യമുള്ള വസ്തുവിനെ റെക്കമെൻഡ് ചെയ്തിരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്ത് തോന്നും? ആ പ്രൊഡക്റ്റ് ഞാൻ നല്ല പ്രൊഡക്റ്റ് ആണ് വാങ്ങിയെന്നുള്ള ഒരു ആത്മസംതൃപ്തി നമുക്ക് ഉണ്ടാവും. ആ ആത്മസംതൃപ്തി തന്നെയാണ് നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധിക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു ആസ് എ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടും. മനസ്സിലായോ? നമ്മൾ എന്തിനാണ് നമ്മളുടെ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ ക്രോസ് സെല്ലിങ്ങും അപ് സെല്ലിങ്ങും നടത്തുന്നത്? കസ്റ്റമറെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യാനാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് റീപർച്ചേസ് നടക്കുകയുള്ളൂ. അങ്ങനെ റീപർച്ചേസ് നടന്നാൽ മാത്രമാണ് നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്യുകയുള്ളൂ. റീപർച്ചേസ് നടത്തുന്ന സമയത്ത് കസ്റ്റമർക്ക് ഓരോ സമയത്തും നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതാണ്. നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനിടയ്ക്കോ നമുക്ക് ഈ പ്രൊഡക്റ്റും കൂടി ഇതിന്റെ കൂടെ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായി ക്രോസ് സെല്ലിങ്ങും അപ് സെല്ലിങ്ങും നടത്തുന്നത് ഓൺലൈനിലാണ് നമ്മളെ കാട്ടി. പക്ഷെ ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ സാധിക്കുന്നത് ഓഫ്ലൈനിലാണ്. നമ്മളെ പോലെയുള്ള ഷോപ്പ് ഓണേഴ്സും പ്രൊഡക്റ്റ് മാനുഫാക്ചേഴ്സാണ്. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. നമ്മൾ ഒരു 100 ഷോപ്പിൽ കയറുമ്പോൾ 10 ഷോപ്പിൽ പോലും അപ് സെല്ലിങ് ഇത് ഉപയോഗിക്കുന്നത് കൂടുതലും ഈ കാറുകൾ വാങ്ങാൻ ചെല്ലുന്നത്, ഹൈ എൻഡ് പ്രൊഡക്ട്സ് വാങ്ങാൻ ചെല്ലുന്നത്, കാറ് അതുപോലെ മറ്റുള്ള അങ്ങനെയുള്ള വലിയ വലിയ വസ്തുക്കൾ വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ ഇത് ഉപയോഗിക്കുന്നത്. കാരണം അവിടുത്തെ സെയിൽസ്മാനെ അപ് സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു നോർമൽ ഷോപ്പിലാണെങ്കിൽ അത് പഠിപ്പിക്കുന്നില്ല. ഇത് ആരെ പഠിപ്പിക്കേണ്ടത്? മാനുഫാക്ചേഴ്സ് പഠിപ്പിക്കണം. അതല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പഠിപ്പിക്കണം. അപ്പോഴാണ് എന്തിനത് പഠിപ്പിക്കുന്നത്? എന്റെ പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങുകയും അതിനോടനുബന്ധിച്ച് എനിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകുകയും എന്റെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ അത് കൂടുതൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻക്രീസ് സപ്പോർട്ട്. അതായത് ഇൻക്രീസ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് സന്തോഷം ഉണ്ടാവും. അതായത് കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് ഒരു സാധനം വാങ്ങാൻ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാണ്, കസ്റ്റമറുടെ കൂടെ നിൽക്കുകയാണ്. കസ്റ്റമറെ നമ്മളുടെ സ്വന്തം ആളെ പോലെ, സ്വന്തം സുഹൃത്തിനെ പോലെ, സ്വന്തം ബന്ധുക്കാരനെ പോലെ നോക്കുമ്പോൾ ആ കസ്റ്റമർ നമ്മളെ വിട്ടു പോകില്ല. അതായത് കസ്റ്റമർക്ക് ഉണ്ടാകുന്ന 4 ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. 4 അല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് സമയപരിമിതി മൂലം ഞാൻ 4 ഗുണങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണത്? ഫസ്റ്റ് വരുന്നത് പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന് ഒരു ടൈലർ മെയ്ഡ് പ്രൊഡക്റ്റ് കിട്ടിയ ഒരു ഫീൽ കിട്ടും, എന്നെ പരിഗണിച്ചു എന്നുള്ള ഒരു ഫീൽ കിട്ടും. സെക്കൻഡ് വരുന്നത് ഇൻക്രീസ്ഡ് വാല്യൂ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ ഇൻക്രീസ് ആവും. നെക്സ്റ്റ് വരുന്നത് ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് സർവീസ്, പ്രൊഡക്റ്റിന്റെയോ സർവീസോ കൃത്യമായ പ്രൊഡക്റ്റ് സർവീസ് കിട്ടി, അതായത് ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഫിറ്റ്, എനിക്ക് ആവശ്യമുള്ള സാധനമാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള ഒരു ഫീല് കസ്റ്റമറിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഇൻക്രീസ് സപ്പോർട്ട്. കാരണം അദ്ദേഹം നമ്മുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യും, അങ്ങനെ സപ്പോർട്ട് വരും. ആ സപ്പോർട്ട്, ഈ 4 കാര്യങ്ങളാണ് കസ്റ്റമറെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കസ്റ്റമർ ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻസും കസ്റ്റമർക്ക് ഉണ്ടാകുന്ന താല്പര്യവും വീണ്ടും സാധനങ്ങൾ വാങ്ങാനുണ്ടാകുന്ന പ്രേരണയുമാണ് നമ്മൾ അപ് സെല്ലിംഗ് ക്രോസ് സെല്ലിംഗ് നടത്തുമ്പോൾ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ്മാൻ. ഒരു ബിസിനസ്മാൻ ആയ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഗുണകരമാണ്? ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു 2 മിനിറ്റ് വേണമെങ്കിൽ ചോദിക്കാം, അതിനുശേഷം അടുത്തേക്ക് പോകാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ചോദിക്കാം. ഇതിൽ ഇൻക്രീസ് വാല്യൂ എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ഇൻക്രീസ് വാല്യൂ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ ആണ് കസ്റ്റമർ കൂട്ടുന്നത്. കാരണം എന്താ? കസ്റ്റമറെ സംബന്ധിച്ച് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വന്നപ്പോൾ ആ പ്രൊഡക്റ്റിനോട് അനുബന്ധമായുള്ള സാധനങ്ങൾ ആര് പറഞ്ഞു? നമ്മളല്ല പറയുന്നത്. നമ്മളുടെ ഷോപ്പിൽ പ്രൊഡക്റ്റ് വെക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കുമ്പോൾ അവിടെയുള്ള മാനേജരെയോ ഷോപ്പ് ഓണറെയോ സെയിൽസ്മാനെയോ നമ്മൾ പഠിപ്പിക്കണം. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് തോന്നും നമ്മളുടെ പ്രൊഡക്റ്റ് നല്ലതാണ്, ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അത് ഇവർ റെഫർ ചെയ്ത് തരുന്നുണ്ട്, ഇന്ന സാധനങ്ങൾ അതിന്റെ അനുബന്ധമായിട്ട് വേണം. ആ അനുബന്ധമായ സാധനങ്ങൾ വാങ്ങും. ഞാൻ ആദ്യം പറഞ്ഞ കഥ അതിനു വേണ്ടിയിട്ടാണ്. കാരണം ഒരു ചൂണ്ട വാങ്ങാൻ വന്ന വ്യക്തിയെ കൊണ്ട് ബോട്ട് വാങ്ങിപ്പിക്കുക, കഥ നിങ്ങൾക്ക് എല്ലാവരും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെ വേറൊരു ആംഗിളിൽ കൂടെ ഞാൻ പറഞ്ഞു മാത്രം. അങ്ങനെ വരുന്ന സമയം അതാണ് ക്രോസ് സെല്ലിംഗ്. കസ്റ്റമറെ പഠിച്ച് കസ്റ്റമർക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിനോട് അനുബന്ധിച്ചുള്ള സാധനങ്ങൾ എവിടെയാണോ നമ്മൾ ഷോപ്പിലാണോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർക്കാണോ കൊടുക്കുന്നത്, അവിടെ നിന്ന് കസ്റ്റമർ വാങ്ങുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിനോട് അനുബന്ധിച്ചുള്ള സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടില്ലേ?
പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കൊണ്ടിട്ട് കാര്യമില്ല. ഇപ്പൊ ഉദാഹരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ വാങ്ങാൻ പോയി, സാംസങ്ങിന്റെ. അതിന്റെ ചാർജർ രണ്ട് സൈഡിലും സി ആണ്. അതുകൊണ്ട് സി കുത്തണ എന്ത് വേണം, അഡാപ്റ്റർ വേണം. എന്റെ കയ്യിൽ എന്നോട് ചോദിച്ചു ഷോപ്പുകാരൻ, സാറിന്റെ കയ്യിൽ സി കുത്തണ അഡാപ്റ്റർ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞങ്ങൾ തരാം. 1500 രൂപ വാങ്ങി ആ അഡാപ്റ്ററിന് മാത്രം. കണ്ടോ, ക്രോസ് സെല്ലിംഗ്. ഫോണിൽ ഒരുപാട് അവസരങ്ങളുണ്ട് ക്രോസ് സെല്ലിംഗിന്. മൊബൈൽ ഷോപ്പ് നടത്തുന്നവർ അല്ലെങ്കിൽ മൊബൈൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു ഫോൺ വാങ്ങുന്ന സ്ഥിതി ചെയ്യുന്ന സമയത്ത് ഫോണിന്റെ ഫീച്ചേഴ്സ് കൂടുതലുള്ളത് പറയാം, റാം കൂടുതലുള്ളത് പറയാം. അതെല്ലാത്തിനും ഞാൻ ഓരോന്നിന്റെ പറയാത്തത് കാരണം നമ്മളിവിടെ കസ്റ്റമൈസ്ഡ് അല്ലാത്തത് കൊണ്ടാണ്, എല്ലാവർക്കും ഗുണകരമായതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളുടെ പ്രൊഡക്റ്റിൽ എന്ത് ക്രോസ് സെല്ലിംഗ് നടത്താൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും, എന്ത് അപ് സെല്ലിംഗ് ആഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു ഇൻക്രീസ്ഡ് വാല്യൂ എന്നുള്ളത് സാറിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായല്ലേ സാർ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സാറേ ഇത് പറയരുത്. ഇതിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പ്, അതിലൊക്കെ ഇത് വളരെ സഹായകരമായിരിക്കും. എങ്കിൽ ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിനെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക? ഓക്കെ, സാറിന് 4 പ്രൊഡക്റ്റ് ഇല്ലേ? ഉണ്ട്. ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഉണ്ട്, കോക്കനട്ട് ചമ്മന്തി ഇല്ലേ? ഉണ്ട്. ഈ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് വാങ്ങുന്ന ആളോട്, കടക്കാരോട് പറയണം, ഈ കോക്കനട്ട് വാങ്ങിയ നിങ്ങൾക്ക് കറികളിലേക്ക് ഉപയോഗിക്കാം, ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ചമ്മന്തി എന്റെ കയ്യിൽ വേറെ ഉണ്ട്. ആഡഡ് ആണോ? അതെ. അപ്പോ ഇത് നമ്മൾക്കറിയാം, ഈ കോക്കനട്ട് കൊണ്ട് ചമ്മന്തി അരയ്ക്കാന്ന് വാങ്ങുന്ന ആൾക്കറിയാം. പക്ഷെ ആളെ കൊണ്ട് ചമ്മന്തി അരയ്ക്കാനുള്ള, സുജി സാർ പറഞ്ഞ പോലെ ആ മടി എന്നുള്ള പിൻ പോയിന്റ് നമ്മൾ എടുക്കുന്നത്. ചമ്മന്തി അരയ്ക്കാൻ റെഡിമെയ്ഡ് ചമ്മന്തി എന്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കോക്കനട്ട്, നിങ്ങൾ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് വാങ്ങുന്നത് നിങ്ങളുടെ കുക്കിങ്ങിനും മറ്റുള്ളവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി വേണ്ട ചമ്മന്തി എന്റെ കയ്യിലുണ്ട്, ഈ ചമ്മന്തി നിങ്ങൾ കൊണ്ടുപോകുള്ളൂ. അത് ഒരു ക്രോസ് സെല്ലിംഗ് അല്ലേ? അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പറഞ്ഞു കൊടുക്കണം. അവിടെയാണ് എന്റെ ചോദ്യം. അതായത് ഞാൻ കൊടുക്കുന്നത് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റു ഷോപ്പുകളിലോ കൊടുക്കുന്നത്, ഞാൻ കസ്റ്റമറായിട്ട് നേരിട്ട് കണ്ടില്ലല്ലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹരിദാസേട്ടൻ എവിടെയാണോ കൊടുക്കുന്നത് അവിടെ ഇത് പഠിപ്പിക്കണം, അവരോട് ഇത് പറയണം. ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് വാങ്ങാൻ വരുന്ന ആളോട് ഇങ്ങനെ ഒരു ചമ്മന്തി കൂടി ഉണ്ട്, ടേസ്റ്റിയാണ്, ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ചമ്മന്തി അരയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ കുക്കിങ്ങിന് ഉപയോഗിക്കാം. അത് ആര് പറയണം? മാനുഫാക്ചർ പറയുമ്പോഴാണ് കടക്കാരൻ ഇത് കത്തുള്ളൂ. കടക്കാരനെ സംബന്ധിച്ച് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് വരുന്നു, ചമ്മന്തി വാങ്ങാൻ വരുന്നു, ചമ്മന്തി എടുക്കുന്നു. നീ ചമ്മന്തി വാങ്ങാൻ വരുന്നവരോട് പറയാം, ചമ്മന്തി മാത്രമല്ല കേട്ടാ, ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഉണ്ട്, നിങ്ങൾക്ക് കറികളിലേക്ക് തേങ്ങ ചേർക്കേണ്ട അങ്ങനത്തെ സംഭവം നമ്മുടെ കയ്യിലുണ്ട്, ഇത് നിങ്ങൾ ഒരെടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവരെടുക്കില്ലേ? ഇത് നമ്മൾ ലേൺ ചെയ്യിക്കണം. നമ്മൾ ലേൺ ചെയ്താലാണ് കടക്കാരനോ സെയിൽസ്മാനോ ഇതിനെക്കുറിച്ച് കത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ നോർമൽ ഷോപ്പുകളിലൊന്നും നടക്കുന്നില്ല. വലിയ വലിയ കാറിന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഷോറൂമുകളിൽ, ഇപ്പോ മാർബിളിന്റെ ഷോറൂം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇന്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ അതുപോലെ വലിയ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് അപ്സെല്ലും ക്രോസ്-സെല്ലും പഠിപ്പിക്കുന്നുള്ളൂ. സാധാരണ നോർമൽ ഷോപ്പുകളിൽ സെയിൽസ്മാൻമാർക്ക് ഇത് അറിയില്ല. അവരെ സംബന്ധിച്ച് കസ്റ്റമർ എന്താണോ വരുന്നത് അത് എടുത്തു കൊടുത്ത് അവരെ ശമ്പളത്തിന് നിൽക്കുന്നവരായതുകൊണ്ടാണത്. പക്ഷെ അവരെ സംബന്ധിച്ച് നമ്മൾ ഇത് പഠിപ്പിക്കണം. കാരണം എന്താ, പ്രൊഡക്റ്റ് പോകേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കടക്കാരന്റെ ആണോ മാനുഫാക്ചറിന്റെ ആണോ? പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ടത് കടക്കാരന്റെ ആണോ നമ്മളെ പ്രൊഡക്ഷനിൽ നിൽക്കുന്ന ആളുടെ ആണോ? മാനുഫാക്ചറാണ് ഉത്തരവാദിത്തം. അപ്പോ ഹരിദാസേട്ടന്റെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് അതിന് കൂടുതൽ വാല്യൂ കിട്ടണമെങ്കിൽ ഹരിദാസേട്ടൻ ഇത് എവിടെയാണോ കൊണ്ടുവയ്ക്കുന്നത് അവരോട്, ഹരിദാസേട്ടനിലെ 4 പ്രൊഡക്റ്റ് വ്യത്യസ്തമാണെങ്കിൽ ഈ 4 പ്രൊഡക്റ്റും ഒരാളെ കൊണ്ട് എടുപ്പിക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ പഠിപ്പിക്കാൻ. അത് പഠിപ്പിക്കാൻ കുറെ സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് നമ്മൾ ചെലവാക്കിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീജിത്ത് സാറിന്റെ മെന്ററിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രീജിത്ത് സാർ ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇതെങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോ ചെയ്യണം. ഇത് നമ്മൾ കസ്റ്റമറിനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റൂല. ഹരിദാസനെ സംബന്ധിച്ച് പ്രൊഡക്റ്റ് എവിടെയാണോ കൊണ്ട് കൊടുക്കുന്നത് അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇനി ഒരു ഡിസ്ട്രിബ്യൂട്ടർ കയ്യിലാണ് കൊടുക്കുന്നതിൽ ഡിസ്ട്രിബ്യൂട്ടർ ഇത് പഠിപ്പിക്കണം. കാരണം ഡിസ്ട്രിബ്യൂട്ടർ ഇത് പഠിച്ചാലാണ് ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത സ്ഥലത്ത് ഇദ്ദേഹം സെയിൽ ചെയ്യുമ്പോൾ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല. എപ്പോഴും മാനുഫാക്ചേഴ്സ് ആണ് പുതിയ പുതിയ ഐഡിയാസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കേണ്ടത്. ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് പുതിയ പുതിയ ഐഡിയാസ് അവർ കണ്ടെത്താൻ ശ്രമിക്കില്ല. അവർക്ക് വരുന്ന കൊടുക്കുന്ന കാശ് വാങ്ങി പെട്ടിലിടുന്നു. പക്ഷെ മാനുഫാക്ചറിനെ സംബന്ധിച്ച് അവർക്ക് അവിടെ തൊഴിലാളികൾ ഉണ്ടാവും, അവരുടെ പണി, അവർക്ക് ഡെയിലി വർക്ക് കൊടുക്കണം, ബിസിനസ് നമ്മുടെ മാനുഫാക്ചറിന്റെ വോളിയം കൂട്ടണം, അതൊക്കെ മാനുഫാക്ചറുടെ ചിന്തകളിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ചിന്ത ഉണ്ടാവണമെങ്കിൽ അൾട്ടിമേറ്റ് വരുന്നത് എവിടെയാണ്?
സെയിൽ നടക്കുമ്പോഴാണ് മാനുഫാക്ചറിങ് കൂടുള്ളൂ, അല്ലെ? സെയിൽ നടന്നാലാണ് പ്രൊഡക്ഷൻ കൂടുള്ളൂ, പ്രൊഡക്ഷൻ കൂടിയാലേ സെയിൽ വീണ്ടും ഹൈ ആവുള്ളൂ. അപ്പൊ ഇത് രണ്ട് പാരലാണ്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് അത് സൂപ്പർ മാർക്കറ്റിലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല. പക്ഷെ അവരിത് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യിപ്പിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഇത് ഇങ്ങനെ സംഭവമുണ്ട്, പക്ഷെ ഇത് ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് സിമ്പിൾ ആയിട്ട് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് വാങ്ങുന്നത് അവരെന്തിനായിരിക്കും? അവരുടെ കറിയിലിടാനോ അല്ലെങ്കിൽ പായസം വയ്ക്കാനോ മറ്റുള്ള പാലെടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചമ്മന്തി അരയ്ക്കുക എന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം അവർ ചിന്തിക്കുള്ളൂ, എന്നാൽ അതിൽ നിന്നെടുത്ത് കുറച്ച് ചമ്മന്തി അരയ്ക്കാം. പക്ഷെ ഹരിദാസന്റെ പ്രൊഡക്റ്റ് നാല് വേരിയന്റ് പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് വാങ്ങുന്ന ആളെ കൊണ്ട് ഈ 4 വേരിയന്റ് പ്രൊഡക്റ്റും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? ആ കടക്കാരൻ 4 വാങ്ങില്ലേ? അത് കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ പറയണം, ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്നവർ ഞങ്ങൾ 4 പ്രൊഡക്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ പറയുന്ന സമയത്ത് അവരത് വാങ്ങും. ഇത് അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു എവിടെയായാലും ഈ സാധനം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ 4 അടുത്തടുത്ത് വെക്കണം. 4 അടുത്തടുത്ത് വെക്കണം. ഇത് സാധാരണ ഡെസിഗ്നേറ്റ് കോർപ്പറേറ്റ് സ്ഥലത്തേക്ക് ചമ്മന്തി വേറെ അച്ചാറിന്റെ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ടാവും, അല്ലേ? അത് മാറ്റി ഡെസിഗ്നേറ്റ് കോർപ്പറേറ്റ് ചമ്മന്തി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും, ഇത് 4 ചമ്മന്തിയിലാണല്ലോ അത് പറഞ്ഞെടുക്കാം. ക്ലിയർ ആയോ? മറ്റേ അച്ചാർ നോക്കുന്നുണ്ടാവും, അവിടെ ചമ്മന്തി എല്ലാം പ്രിഫർ ചെയ്യുക. കോക്കനട്ടിന്റെ വാങ്ങാൻ വരുമ്പോൾ അതിന്റെ അടുത്ത് തന്നെ ഇതിന്റെ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് എടുക്കും. ക്ലിയർ ആയില്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കസ്റ്റമറുടെ അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞോളൂ എന്ന് വെച്ചിട്ടാണ്. ഓരോന്നോരോന്ന് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവില്ലേ? ഓക്കെ, എങ്കിൽ ഞാൻ അടുത്തേക്ക് മൂവ് ചെയ്യട്ടെ. അതായത് നെക്സ്റ്റ് ഒന്നല്ല, ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ്സിനെ. ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണ്? ഈ അപ് സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് എങ്ങനെയാണ് അത് നമുക്ക് ഗുണകരമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻക്രീസ്ഡ് റവന്യൂ നമ്മളെല്ലാവരും ചെയ്യുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ റവന്യൂ കൂടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വോളിയം കൂടും, സ്വാഭാവികമായിട്ടും നമ്മളുടെ റവന്യൂ കൂടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ അതിനുവേണ്ടി എക്സ്ട്രാ എഫേർട്ട് ഒന്നും ഇടുന്നില്ല. നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഓരോ പ്രാവശ്യം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിലേക്ക് പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ കൂടുമ്പോൾ നമ്മുടെ ഇൻക്രീസ് റവന്യൂ കൂടും. നമ്മൾ അൾട്ടിമേറ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റവന്യൂ കൂടാൻ വേണ്ടി തന്നെയാണ്. ബിസിനസ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞു നടക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഈ വക തന്ത്രങ്ങൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ബിസിനസ് ഉണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ വരുമ്പോൾ അടുത്ത് പറയാം. നെക്സ്റ്റ് വരുന്നത് ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എന്ത് വരും? ആ ഷോപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ വീണ്ടും വാങ്ങും. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? CLV കൂടും. CLV മീൻസ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. ആ കസ്റ്റമർ നമ്മളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും. ആ കസ്റ്റമർ മാത്രമാണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരോട് പറയും, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോട് പറയും, ആ റെക്കമെൻഡിങ് ഒരുപാട് നടക്കും. പക്ഷെ ഇത് എപ്പോഴാണ് റെക്കമെൻഡ് ചെയ്യാം? നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ ഇഷ്ടപ്പെട്ട ആളാണ് അപ്പോൾ ഈ സിനിമ പോയി കണ്ടോളാൻ പറയും. ഇഷ്ടപ്പെടാത്ത ആളെ സിനിമ പോയി കാണാൻ പറയില്ല. അപ്പോ നമ്മളുടെ പ്രൊഡക്റ്റിൽ നമ്മളുടെ സർവീസിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു കസ്റ്റമർ മാത്രമാണ് നമ്മളെ കുറിച്ച് എന്ത് ചെയ്യുള്ളൂ? റെക്കമെൻഡ് ചെയ്യുള്ളൂ. അത് ആ റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ടായിരിക്കും. അവരുടെ ഓഫീസിൽ ഉണ്ടായിരിക്കും, അവരുടെ ഫ്ലാറ്റിൽ ഉണ്ടായിരിക്കും, അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തുണ്ടായിരിക്കും, റിലേറ്റീവ്സിന്റെ അടുത്തുണ്ടായിരിക്കും. എവിടെയൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരുടെയും അവർ റെക്കമെൻഡ് ചെയ്യും. നല്ല സാധനമാണ്. അതായത് നമ്മൾ കൊടുക്കുന്നത് നല്ല പ്രൊഡക്റ്റ് ആണ്, ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ആ കസ്റ്റമർ നമ്മുടെ ലൈഫ് ടൈം വാല്യൂ ഉണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. CLV കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ നമുക്ക് കൂട്ടണം. അപ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബിസിനസ് ഗ്രോത്തിലേക്ക് പോകുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കുവോ, ഇന്ന് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ടാറ്റ, എന്തുകൊണ്ട് ടാറ്റ ഇപ്പോഴും നിൽക്കുന്നു? CLV കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ആണ്, അല്ലേ? ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കിക്കോ, CLV. അതായത് ചില പ്രൊഡക്റ്റുകൾ കൂണ് പോലെ വന്ന് കൂണ് പോലെ പോകുന്നുണ്ട്. കാരണം എന്താ? കസ്റ്റമറെ അവിടെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. അതല്ല എങ്കിൽ കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കമ്പനി ആണെങ്കിൽ, സ്ഥാപനമാണെങ്കിൽ, പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് എന്നും നിലനിൽക്കുന്നുണ്ട്.
അത് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കൂ. ബ്രെഡ് എത്ര ടൈപ്പ് ബ്രെഡ് വരുന്നത്? മോഡേൺകാർ എത്ര ടൈപ്പ് പാക്കറ്റ് ഇറക്കുന്നുണ്ട്? 2-3 ടൈപ്പ് പാക്കറ്റ് ഇറക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയത്? അതാണ് അപ്സെല്ല്. ചെറുതെടുക്കുമ്പോൾ ഇത് ചെറുതാണ്, അടുത്ത് വലുതെടുക്കാം. 30 രൂപ അല്ലെങ്കിൽ ഇത് 50 രൂപ, മറ്റേത് 70, 20 രൂപ വ്യത്യാസമാണ്. ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടി. അതിനെ ബണ്ടിൽ ബിസിനസ്, അത് വേറെ രീതിയിലേക്ക് വരുന്നതാണ്. അവിടേക്ക് നമുക്ക് വരുന്ന സമയത്ത് പറയാം. നെക്സ്റ്റ്, ബെറ്റർ കസ്റ്റമർ ഇൻസൈറ്റ്. കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർക്ക് നല്ല ഇൻസൈറ്റ് ആയിരിക്കും. നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് കണ്ടാലും കസ്റ്റമർ ചാടി പിടിച്ചിട്ട്, കാരണം അത്രയും നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മറക്കില്ല. നെക്സ്റ്റ്, ഇൻക്രീസ് കസ്റ്റമർ ലൈഫ് ടൈം. അത് കസ്റ്റമറുടെ ലൈഫ് ടൈം വാല്യൂ കൂട്ടുവാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് അപ്സെല്ലും ക്രോസ്. വേറെ ഒന്നും കൊണ്ടല്ല അത്. കാരണം ഇത് ചെയ്യുന്ന സമയത്താണ് ഓരോ കസ്റ്റമറും അവന്റെ താല്പര്യം കണ്ടറിഞ്ഞ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് അവർ എടുത്തുകൊണ്ടിരിക്കുള്ളൂ. ഇംപ്രൂവ് സെയിൽസ് എഫിഷ്യൻസി. സെയിൽസിന്റെ എഫിഷ്യൻസി കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ, കുറയില്ല. ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകാരുടെ കച്ചവടം കൂടും, സ്വാഭാവികമായിട്ട് കൂടും. കാരണം ഒരു പ്രൊഡക്റ്റ് വന്നവനെ കൊണ്ട് മറ്റുള്ള പ്രൊഡക്റ്റ് എടുപ്പിക്കുമ്പോൾ അവന്റെ എണ്ണം കൂടി. അതല്ലെങ്കിൽ അതിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ പൈസ ലാഭം കൂടുതൽ കിട്ടി. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അതായത് എപ്പോഴും പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്മാനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ, ഇൻക്രീസ് റവന്യൂ കൂടുന്നു, ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. ഇത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് അവര് എവിടെ കണ്ടാലും എടുക്കും, എവിടെ കണ്ടാലും റെക്കമെൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ 2 പേര് കൂടി ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഇത് എടുത്തോളൂ, ഞാൻ വാങ്ങിയത് നല്ലതാ, ഇതിനെ കൂടി ഇതും കൂടി എടുത്തോളൂ, അത് അവര് പറയും. പിന്നെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ്, ബെറ്റർ കസ്റ്റമർ ഇൻസൈറ്റ്. നല്ല ഇൻസൈറ്റ് കസ്റ്റമർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ നല്ല ഇൻസൈറ്റ് ആയിരിക്കും. ആ ഒരു ചില ലോഗോകൾ കാണുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശ്രീജിത്ത് സാറ് കഴിഞ്ഞ ഞായറാഴ്ച കുറെ ലോഗോകൾ ചോദിച്ചു. എന്തുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കുന്നത്? അത് അത്രയും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞത് കൊണ്ടാണ്. അതുപോലെ നമ്മളുടെ പ്രൊഡക്റ്റും ജനങ്ങളുടെ ഉള്ളിലേക്ക് പതിയണം. നെക്സ്റ്റ് എന്താണ്? ഇംപ്രൂവ് സെയിൽസ് എഫിഷ്യൻസി. അതായത് സെയിൽസിന്റെ അളവ്, ക്വാണ്ടിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കൂടും, റവന്യൂ കൂടും, അതുപോലെ തന്നെ നമ്മളുടെ സപ്ലൈ കൂടും, എല്ലാം കൂടും. ഇപ്പോഴുള്ള ഈ പരാതി പറച്ചിൽ നിൽക്കും. ബിസിനസ് കുറഞ്ഞു എന്നുള്ള പരാതി പറച്ചിൽ നിൽക്കും. അതായത് ഉപഭോക്താവ് വാങ്ങുന്ന മൊത്തം ഇനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങാൻ തീരുമാനിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വാങ്ങുന്നതിന്റെ എണ്ണം കൂട്ടുന്നതിനെ പറയുന്ന പേരാണ് ക്രോസ് സെല്ലിംഗ്. അതേസമയം ഒരു വാങ്ങലിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് അപ്സെല്ലിംഗ്. ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ. വളരെ ചെറിയൊരു കാര്യമാണ്, പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ വളരെ ചെറിയൊരു കാര്യമാണ്. ഇതിന്റെ കൂടെ വേറൊരു കാര്യമുണ്ട്, ഡൗൺ സെല്ലിംഗ് എന്ന് പറയുന്ന സംഭവം കൂടി. ഡൗൺ സെല്ലിംഗ്, ക്രോസ് സെൽ, അപ്സെൽ, ഡൗൺ സെൽ. ഈ ഡൗൺ സെൽ എന്ന് പറയുന്നത്, നമ്മൾ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റില് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല. ക്രോസ് സെല്ലും പറ്റില്ല. പക്ഷെ അവിടെ അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? അതേ വസ്തു അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിനെക്കാട്ടി കുറവുള്ള ക്വാളിറ്റി ഉള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആവും. അതാണ് ഡൗൺ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ക്രോസ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു വാങ്ങാൻ വന്ന ആളെ കൊണ്ട് കൂടുതൽ സാധനങ്ങൾ, നമ്പർ ഓഫ് പ്രൊഡക്ട്സ് കൂടുതൽ എടുപ്പിക്കുന്നതിനെ പറയുന്നവരാണ് ക്രോസ് സെൽ. അപ്സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ വന്ന ആളെ കൊണ്ട് അതിനേക്കാൾ മൂല്യമുള്ള വസ്തു, അതിനേക്കാൾ വില കൂടുതലുള്ള വസ്തു എടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ച് അത് എടുപ്പിക്കുന്നതിനെ പറയുന്നതാണ് അപ്സെൽ. ഡൗൺ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു വാങ്ങാൻ, ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ അദ്ദേഹം വന്നു, പക്ഷെ അദ്ദേഹം കൃത്യമായി ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിലും കൂടുതൽ ബഡ്ജറ്റ് പറ്റൂല. അങ്ങനെ കൂടുതൽ ബഡ്ജറ്റ് പറ്റില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിലും വിട്ട് കുറച്ച് താഴെ, അവിടെയാണ് റൗണ്ട് ടെക്നിക്. അതായത് 1000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ 999 രൂപ. കസ്റ്റമറെ സംബന്ധിച്ച് 999 രൂപ ഉള്ളൂ, അതെനിക്ക് എടുക്കാം. നമ്മളെ സംബന്ധിച്ച് 1 രൂപയോ പറയുന്നത്, പക്ഷെ പ്രൊഡക്റ്റ് അവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ്. അതാണ് ഡൗൺ സെൽ എന്ന് പറയുന്നത്. ഡൗൺ സെൽ എന്ന് പറഞ്ഞാൽ കുറേ രൂപ കുറച്ച് കൊടുക്കുന്നതിനെ പറയുന്ന പേരല്ല, അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിലും ഇട്ട് കുറവ് അദ്ദേഹത്തിനെ ഫീൽ ചെയ്യിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 1000 രൂപയുടെ പ്രൊഡക്റ്റ് 999 എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പൈസ കുറഞ്ഞ ഫീൽ വരും. അത് ഡൗൺ സെൽ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറും. ഇതുപോലെ തന്നെ നമുക്കിത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാഭം വർദ്ധിക്കും,
നിങ്ങളുടെ ബ്രാൻഡിനോട് കസ്റ്റമർക്ക് ഭയങ്കര ലോയൽറ്റി ഉണ്ടാവും. അപ്സെല്ലും ക്രോസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റിനോട് കസ്റ്റമർക്ക് ലോയൽറ്റി കൂടും. ഒപ്പം തന്നെ നമ്മൾ ഏതൊരു സാധനത്തിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടല്ലോ, ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള പ്രോഫിറ്റ് കൂടും. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോഫിറ്റ് കൂടും. നെക്സ്റ്റ് ഇവിടെ വേറൊരു ഗുണമുള്ളത്, ഉപഭോക്താക്കൾക്ക് അവർ ചൂസ് ചെയ്തെടുക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. നമ്മള് പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിപ്പിക്കുകയല്ല വേണ്ടത്, ആ പ്രൊഡക്റ്റിന്റെ അവർക്കുണ്ടാവുന്ന നേട്ടങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് അവരാണ് സെലക്ട് ചെയ്തത് എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ടാവും. ആ ഫീൽ ഉണ്ടാക്കുമ്പോഴാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഈ ക്രോസ് സെല്ലിങ് അപ്പ് സെല്ലിങ് എങ്ങനെ നടത്താം? ഒരു ഉപഭോക്താവ് വരുമ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ വരുമ്പോഴും. ആ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാനുഫാക്ചറുടെയും ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെയും ഒരു ഷോപ്പ് ഓണറുടെയും സെയിൽസ്മാന്റെയും കടമ. ശരിയല്ലേ? ആ കടമ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അവിടെയാണ് കസ്റ്റമർക്ക് അപ്സെല്ലും ക്രോസെല്ലും നടക്കുക. അതിനുവേണ്ടി നമ്മൾ കസ്റ്റമറെ കൃത്യമായി അറിയണം. കാരണം കസ്റ്റമർ വാങ്ങാൻ വന്ന വസ്തു എന്താണ്, വാങ്ങാൻ വന്ന പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അപ്സെല്ലിങ്ങും ക്രോസെല്ലിങ്ങും നടക്കുള്ളൂ. കാരണം ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വന്നു, ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വരുമ്പോഴാണ് ആ പ്രൊഡക്റ്റ് തീരുമാനിച്ചു, ഞാനിത് പ്രൊഡക്റ്റ് എടുക്കാം എന്ന് തീരുമാനിച്ച് കഴിയുമ്പോഴാണ്, ഉദാഹരണം ഇതൊരു പേനയാണ്, ഞാൻ പേന വാങ്ങാൻ പോയി, ഞാൻ ഒരു പേന എടുത്തു, ആ പേനയുടെ വില 10 രൂപയാണ് വിചാരിക്കുക. അപ്പൊ എന്നോട് കടക്കാരൻ പറയാണ്, സാറേ 30 രൂപയ്ക്ക് ഇതിൽ നല്ല എഴുതാൻ സുഖമുള്ള പേനയുണ്ട്, ഇതിൽ ലൈഫ് ടൈം കിട്ടും. അവിടെ എന്ത് സംഭവിക്കും? ഞാൻ സ്വാഭാവികമായിട്ട് ആ പേന ഒന്ന് എടുത്തും എഴുതും, നല്ല സുഖമുണ്ടല്ലോ, അന്ന് 30 രൂപയുടെ പേന വാങ്ങും. അപ്പൊ അവിടെ എന്താണ്? അത് അപ്പ് സെല്ലിംഗ് ആണ്. അതാണ് അപ്പ് സെല്ലിംഗ്. അങ്ങനെ നമ്മളുടെ പ്രൊഡക്റ്റിന് എന്ത് വേണം? ഇങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അപ്സെൽ ടെക്നിക്ക് എന്താണ്? പുതിയ പ്രൊഡക്റ്റുകളെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് പുതിയ പ്രൊഡക്ട്സിനെ നമ്മൾ അവതരിപ്പിക്കണം. അതുപോലെ തന്നെ അതെന്താവണം? പേഴ്സണലൈസ്ഡ് ആയിരിക്കണം, വ്യക്തിഗതമായ പ്രൊഡക്റ്റുകളായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചില വാറന്റി ഗ്യാരണ്ടി അതൊക്കെ കൊടുക്കുമ്പോൾ ആ സമയമാകുന്ന സമയത്ത് അവരെ വിളിച്ച് അത് ഓർമ്മിപ്പിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തണം. നെക്സ്റ്റ് വരുന്നത് ബണ്ടിങ്. അതായത് ഒരുമിച്ച് കുറെ സാധനങ്ങൾ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു 5 ഐറ്റം 10 ഐറ്റം. ഇതിപ്പോ ഹരിദാസന്റെ ഭംഗിയായിട്ട് ചെയ്യാം. ഹരിദാസന്റെ എല്ലാ പ്രൊഡക്റ്റും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇത് ഇത്രയാണ് പ്രൊഡക്റ്റും കൂടി, നിങ്ങൾ ഓരോന്നും എടുക്കുമ്പോൾ ഇത്ര കാശ് വരുള്ളൂ. ഇത് ഒരുമിച്ച് കഴിഞ്ഞാൽ കോംബോ പാക്ക്. നമ്മൾ ഏത് സാധനം ചെല്ലുമ്പോൾ കോംബോ പാക്ക് ഉണ്ട് ചോദിക്കും. അപ്പൊ ഇത് കോംബോ പാക്ക് ആയിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബിസിനസ് കൂടും. നമ്മളെ സംബന്ധിച്ച് എന്താ, നമ്മൾ ഇടുന്ന എഫേർട്ട് ഒക്കെ സെയിം തന്നെയാണ്, എഫേർട്ട് ഒരു വ്യത്യാസമില്ല. പക്ഷെ കോംബോ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ 1 രൂപയോ 2 രൂപയോ 5 രൂപയോ കുറയുന്നുണ്ടെങ്കിൽ അത് നമ്പർ ഓഫ് ബിസിനസ് കൂടുമ്പോൾ അത് ടാലി ആവും. ഈ കോംബോ പാക്കറ്റ് ഇല്ലാതെ നമ്മളുടെ പ്രൊഡക്റ്റ് ഒരെണ്ണം പോകുന്നതും കോംബോ പാക്കറ്റ് വെക്കുമ്പോൾ 4 കൂടി 5 പാക്കറ്റ് പോകും. കാരണം അതങ്ങനെയാണ്, കോംബോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മലയാളിൽ ചാടി പിടിച്ചിടും. അപ്പൊ കോംബോ പാക്കറ്റ് നമ്മൾ ബണ്ടിങ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ബിസിനസിനെ നമ്മൾ മാറ്റണം. ഇത് അപ്സെൽ ടെക്നിക്കാണ്. അപ്സെൽ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പുതിയ പ്രൊഡക്ട്സ് നമ്മൾ അവതരിപ്പിക്കണം, അത് പേഴ്സണലൈസ്ഡ് ആയിരിക്കണം. ഒപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളുടെ കാലയളവ് നമ്മൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കണം. കാരണം ചില സാധനങ്ങൾ വാറന്റി കൊടുക്കുമ്പോൾ AMC എടുക്കാറുണ്ട്, 2 കൊല്ലത്തേക്ക് എടുക്കാം, 5 കൊല്ലത്തേക്ക് എടുക്കാം, 1 കൊല്ലത്തേക്ക് എടുക്കാം. അത് അവർ നമ്മളെ കൂടി എടുപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ വരുന്നതാണ് ബണ്ടിങ്. ഈ കാര്യങ്ങളാണ് അപ്സെല്ലിംഗ് കൂട്ടാനായിട്ട്. ഇനി ക്രോസ് സെല്ലിങ്ങിന്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫറുകൾ പരിമിതമാക്കുക. ഒരു സാധനം എടുത്തു, ആ സാധനത്തിനനുബന്ധിച്ച് സാറേ ഇത് ഇപ്പൊ സാറിന് കിട്ടുന്ന ഓഫറാണ്, സ്പെഷ്യൽ ഓഫറാണ് സാറിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ന് ഈ ഓഫർ ലാസ്റ്റ് ഡേറ്റ് ആണ്, സാർ ഇതൊന്നും എടുത്താൽ സാറിന് ഗുണമാണ്. അപ്പൊ ഓഫറുകളുടെ ഡേറ്റിനെ നമ്മൾ പരിമിതപ്പെടുത്തണം. അങ്ങനെ പരിമിതപ്പെടുത്തുമ്പോൾ നമ്മളുടെ ക്രോസ് സെല്ലിംഗ് ടെക്നിക്കൽ ഫസ്റ്റ് പോയിന്റ് അതാണ്. നെക്സ്റ്റ്, കസ്റ്റമറോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കഥയിൽ ആ സെയിൽസ്മാൻ കസ്റ്റമറോട് ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ പോയിരിക്കുകയാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹം ഓരോ സാധനം ആഡ് ചെയ്ത് ഒരു ചൂണ്ടക്കുളത്ത് വാങ്ങാൻ വന്ന വ്യക്തിയെ കൊണ്ട് 5 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തിയത്. അപ്പൊ കസ്റ്റമറോട് ചോദ്യങ്ങൾ ചോദിക്കണം. സാർ എന്തിനാണ് വാങ്ങുന്നത്, എന്ത് ഉപയോഗത്തിനാണ്, ഇന്ന കാര്യത്തിനാണ്. അത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളെ ഓട്ടോമാറ്റിക് ഇന്റിമസി വരും. ആ ഇന്റിമസിയിൽ നിന്നാണ് ക്രോസ് സെല്ലിങ്
ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഈ കോംപ്ലിമെന്ററി പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് മീൻസ് ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതിന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്താണ് ഉപയോഗിക്കുന്നത്? ഞാൻ വീണ്ടും ഹരിദാസാറിന്റെ ഇതിലേക്ക് പോവുകയാണ്. ആ ഡെസിഗ്നേറ്റ് കോക്കനട്ട് ഉണ്ട്, കോക്കനട്ട് ചമ്മന്തി ഉണ്ട്. നമുക്ക് പറയാം സാറേ ഈ കോക്കനട്ട് സാറ് ഡെസിഗ്നേറ്റ് കോക്കനട്ട് വാങ്ങിയത് സാറ് മറ്റുള്ള ഉപയോഗങ്ങളുണ്ട്, അതുകൊണ്ട് ചമ്മന്തി അരയ്ക്കേണ്ട കാര്യമില്ല, കാരണം അത് ഇത്തിരി കോസ്റ്റ്ലി ആണ്. പക്ഷെ ചമ്മന്തി എന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ട്, അത് കോസ്റ്റ്ലി അല്ല. സാർ അത് വാങ്ങിക്കഴിഞ്ഞാൽ സാറിന് ചമ്മന്തിയുടെ ഉപയോഗം നടക്കുകയും ചെയ്യും, ഇത് മറ്റു ഉപയോഗത്തിന് ചെയ്യും. അപ്പൊ എന്തായി, ആ കോംപ്ലിമെന്ററി കൊടുക്കാൻ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ മൂല്യം പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ മൂല്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് കസ്റ്റമർ ആ ശരിയാണ്, ഇത്ര വില കൊടുത്ത് ഞാൻ ചമ്മന്തി അരയ്ക്കുന്ന കാര്യമില്ല, അതിലും കുറച്ച് വിലയ്ക്ക് എനിക്ക് ചമ്മന്തി കിട്ടുമെങ്കിൽ ആ ചമ്മന്തി വാങ്ങല് നല്ലത്. ഇതില് ഞാൻ ഹരിദാസാറിന്റെ ഉദാഹരണം പറഞ്ഞു കയറുന്നതുകൊണ്ടല്ല, എല്ലാവരുടെ കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് വിൽപ്പനയ്ക്ക് ശേഷം ഉപഭോക്താവുമായി ബന്ധം നിലനിർത്തണം. ഓരോ വിൽപ്പന കഴിയുമ്പോഴും ഉപഭോക്താവുമായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തണം. അത് നമ്മളെ സംബന്ധിച്ച് മാനുഫാക്ചറെ സംബന്ധിച്ച് എവിടെയാണ് ബന്ധം നിലനിർത്താൻ പറ്റുക? നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് ഷോപ്പ് ഓണർ എടുത്ത്, ഷോപ്പ് ഓണറെ സംബന്ധിച്ച് കസ്റ്റമർ എടുത്ത്. നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ കസ്റ്റമർ ആരാണോ ആ കസ്റ്റമറുമായിട്ടാണ് നമ്മൾ ബന്ധം നിലനിർത്തേണ്ടത്. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് അപ്സെല്ലും ക്രോസ് സെല്ലും ഡൗൺ സെൽ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അപ്സെല്ലും ക്രോസ് സെല്ലാണ് നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം അതാണ് നമ്മളുടെ ബിസിനസിന്റെ റവന്യൂ കൂട്ടുന്നതും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നതും നമുക്ക് നമ്മളുടെ ബിസിനസിന്റെ വോളിയം കൂട്ടുന്നതും പ്രൊഡക്ഷൻ കൂട്ടുന്നതും എല്ലാം നടക്കുന്നത് ഈ അപ്സെല്ലും ക്രോസ് സെല്ലും നടക്കുന്ന സമയത്താണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇനി നമ്മൾ ഓരോരുത്തരും എന്റെ പ്രൊഡക്റ്റിൽ എന്ത് ഐറ്റമാണ് ക്രോസ് സെല്ലിനും അപ്സെല്ലിനും പറ്റിയത് നമ്മൾ ചിന്തിക്കും. എന്റെ പ്രൊഡക്റ്റിൽ, ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ എന്തെല്ലാമാണ് അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ വോളിയം കൂടും. ഐഡന്റിഫൈ യുവർ ക്രോസ് സെൽ ആൻഡ് യുവർ അപ്സെൽ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണം. ഇനി സ്വയം ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ശ്രീജിത്ത് സാറിന്റെ മെന്റർഷിപ്പ് ചെയ്യുക. ശ്രീജിത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനാണ് മെന്ററിങ്ങിന്റെ ആവശ്യം. നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കൃത്യമായി പറഞ്ഞുകൊണ്ട്, അതാണ് ശ്രീജിത്ത് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് നിങ്ങളുടെ ബിസിനസ് 3 ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞത്. ഇതുപോലുള്ള ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് ആ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ബിസിനസിന്റെ വോളിയം കൂടും. അല്ലാതെ ശ്രീജിത്ത് സാർ മാജിഷ്യനായിട്ടൊന്നുമല്ല പറഞ്ഞത്, ഞാൻ മാജിക് കാണിച്ച് നിങ്ങളുടെ ബിസിനസ്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, പോകണം എന്ന് പറഞ്ഞാൽ പോകണം, ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണം, ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട. കാരണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം എവിടെ എറിഞ്ഞാൽ എവിടെ കൊള്ളുന്നു. ആ കൊള്ളുന്ന സ്ഥലത്ത് എറിഞ്ഞാൽ മാത്രമാണ് വിജയിക്കുള്ളൂ. അപ്പൊ ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആരാണ് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അഭിരാം? അതല്ലേ, ഓക്കെ. അപ്പോ ഇതിനാണ് നമ്മൾ ശ്രീജിത്ത് സാർ മെന്റർഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങളുടെ ബിസിനസിനെ 3 ഇരട്ടിയും 4 ഇരട്ടിയുമായിട്ട് വർദ്ധിപ്പിക്കാൻ അതുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ സാറിന് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയുള്ള ടെക്നിക്സ്, ഇത് ഒരു ടെക്നിക്ക് മാത്രമാണ്, ഇതുപോലെയുള്ള ഒരുപാട് ടെക്നിക്കൽ ബിസിനസ്സിനുണ്ട്. ആ ടെക്നിക്കുകൾ നമ്മൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ കൃത്യമായ സക്സസിലേക്ക് എത്തുള്ളൂ. ആ സക്സസിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ ഇന്നത്തെ എന്റെ ക്ലാസ് ഗുണകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങളാണ് പറയേണ്ടത് ക്ലാസ് സെഷൻ എങ്ങനെയുണ്ടായിരുന്നു, മറ്റുള്ള കാര്യങ്ങൾ. എന്തായാലും വളരെ നന്ദിയുണ്ട് സാറ്. 7 മണിയായിട്ടില്ലെങ്കിലും നമുക്ക് അവസാനിപ്പിക്കാം. കാരണം വെറുതെ കുറെ വലിച്ചു നീട്ടി കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാറിന് കുറച്ച് പറയാനുണ്ടാവുമല്ലോ. ഓക്കെ സാർ, താങ്ക് യു. നല്ലൊരു അവസരം തന്നതിന് വളരെ സന്തോഷം. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു സെഷൻ അവതരിപ്പിക്കാൻ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ, നിങ്ങളുടെ സർവീസിന്റെ അപ്സെല്ലും ക്രോസ് സെല്ലും ഡൗൺ സെല്ലും എന്താണെന്ന് ചിന്തിക്കുക. അത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ശ്രീജിത്ത് സാറിന്റെ മെന്റർഷിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വിജയിക്കാം. വിജയം എല്ലാവർക്കും ഉള്ളതാണ്, ഒരാൾക്ക് മാത്രമല്ല. പക്ഷെ അതിനുള്ള വഴികൾ നമ്മൾ സ്വയം വെട്ടിയെടുക്കുക തന്നെ വേണം.
നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അവസരം വരുമ്പോൾ അത് ഉപയോഗിക്കാതെ അയ്യോ എനിക്ക് പറ്റിയില്ല കിട്ടിയില്ല എന്ന് പറയരുത്. ഇപ്പോൾ ഇവിടെ നല്ലൊരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 21 ദിവസം കൊണ്ട് തന്നെ നമ്മളിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി ഇനി കൂടുതൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ഗുണം ഉണ്ടായിരിക്കും. സോ എല്ലാവരും വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Sir. താങ്ക് യു ബൈജു ഭായ്, താങ്ക് യു വെരി മച്ച്. ഒന്നാമത് ഞാൻ എല്ലാവരോടും പറഞ്ഞത് എന്റെ ഒരു സ്പോൺസേർഡ് പരിപാടി ആയിരുന്നില്ല കേട്ടോ. പുള്ളി അദ്ദേഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, മറ്റേ മെന്റർഷിപ്പിന്റെ പ്രോഗ്രാം. ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ. ഓക്കെ, എനിക്കിതിൽ പറയാനുള്ളത് ആക്ച്വലി ഇതിന്റെ ഒരു തുടക്കമാണ് ശരിക്കും പറയേണ്ടിയിരുന്നത്, അവസാനമായി പോയി എന്ന് മാത്രം. എന്തുകൊണ്ട് അപ്സെൽ ആൻഡ് ക്രോസെൽ? അപ്സെല്ലിന് ക്രോസെൽ നിങ്ങൾ ഒരു ദിവസം മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് എത്ര രൂപ ചെലവഴിക്കുന്നു? എത്ര രൂപ നിങ്ങൾ ചെലവഴിക്കുന്നു? പക്ഷേ അപ്സെല്ലിനും ക്രോസെല്ലിനും ഒരൊറ്റ രൂപ പോലും ചെലവഴിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു രൂപ പോലും ചെലവഴിക്കേണ്ടതില്ല. ഏതോ ഒരു മാർക്കറ്റിംഗിൽ ഏതോ ഒരു പ്രൊഡക്റ്റ് കണ്ടുവരുന്ന കസ്റ്റമറോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ നിങ്ങളുടെ മീൻസ് B2B ആണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറുടെ ആറ്റിറ്റ്യൂഡാണ് സംസാരിക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡിലാണ് മേ ബി ഡബിൾ, മേ ബി ട്രിപ്പിൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും. ഒരു തരത്തിൽ ഞാൻ എൻ്റെ ഏത് ക്ലാസ്സിലും ഞാൻ എൻ്റെ ബിസിനസ് റൂളിലെ 5ാമത്തെ റൂള് ഞാൻ എപ്പോഴും പറയുന്ന റൂളാണ് അപ്സെൽ ആൻഡ് ക്രോസ്. അപ്പോൾ വളരെ നല്ല ക്ലാസ് ആയിരുന്നു ബൈജു ഭായ്. നമുക്ക് കാര്യങ്ങൾ ഒരുപാട് എനിക്ക് തന്നെ പല കാര്യങ്ങളും ഓർമ്മ വന്നു. ഞാൻ വിട്ടുപോയിട്ടുള്ള മറന്നു പോയിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വന്നു. താങ്ക് യു. മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ പറയാം. ഓരോരുത്തർക്കും അവരുടേതായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഇത് എന്റെ ബിസിനസ് ആണ്, ഇങ്ങനെ ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ധൈര്യമായിട്ട്. കമോൺട്ര, ആർക്കും ചോദിക്കാനില്ലേ? ഞാൻ പേര് വിളിച്ച് ചോദിക്കണോ? നീ ഇൻഫോർമാറ്റീവ് സെഷൻ എന്ന് മാത്രം നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. എന്താണ് നമുക്ക് കിട്ടിയ ഇൻസൈറ്റ്സ് എന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ നോട്ടിൽ എഴുതി വെക്കുന്നുണ്ടല്ലോ, അത് ഇൻസൈറ്റ്സ് ആണ്. നമ്മൾ എപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സനീഷി എങ്ങനെയുണ്ടായിരുന്നു? സനീഷി ബൈജു പറയും. ആൻസി മാം പറയും. ഒരു ഓൺലൈൻ ബിസിനസ്സിൽ ഇത് എങ്ങനെ നടത്താം സാറേ? ബൈജു ഭായി ആൻസർ പറയുന്നുണ്ടോ അതോ ഞാൻ പറയണോ? സാർ വേണേ പറഞ്ഞു, കുഴപ്പമില്ലേ? ഞാൻ പറയാം, കുഴപ്പമില്ലേ? ബൈജു ഭായി പറഞ്ഞു. ഓൺലൈൻ ബിസിനസ്സിലാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. ഏതാണ് പ്രൊഡക്റ്റ്? മെറ്റീരിയൽസ്, ഡ്രസ് മെറ്റീരിയൽസ്. എന്തൊക്കെയാണ് മെറ്റീരിയൽ കൊടുക്കുന്നത്? ചുരിദാറാണോ, സാരിയാണോ? ചുരിദാറ്, കുർത്തി, സാരികള്. ചുരിദാറ് നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും. എന്തോ? ഓക്കെ, നമ്മള് ഇതില് ബണ്ടിൽ കണ്ടിട്ടില്ലേ? ബണ്ടിൽ 3 എടുത്തു കഴിഞ്ഞാൽ എത്ര പൈസ? ബൈ 2 get 1 free. അത് ഇതാണ്, അപ്സെല്ലിംഗ് ആണ്. നമ്മൾ വിചാരിക്കും അവർക്ക് നഷ്ടം വന്നിട്ട് ചെയ്യുന്നതാണ്. അല്ല, ബൈ 2 get 1 free. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചും ഉണ്ട്, നോൺ സ്റ്റിച്ചും ഉണ്ട്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്കുള്ളത് ആഡ് ചെയ്യാം. ചുരിദാറും സാരിയൊക്കെ എടുക്കുമ്പോൾ അവർക്ക് കൊച്ചു കുട്ടികളുണ്ടായിരിക്കും, കിഡ്സിന്റെ ഡ്രസ് ഉണ്ട്. ഇന്നർ വെയേഴ്സ് ആഡ് ചെയ്യാം. ഇന്നർ വെയേഴ്സ് ഒന്നും ഷോപ്പിൽ പോയി എടുക്കുന്നില്ല, അത് ആഡ് ചെയ്യാം. അതൊക്കെയാണ് നമ്മൾ ക്രോസ് സെല്ലിംഗ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിൽ നമ്മൾ അഡീഷൻസ് വരുത്തണം. അതാണ് ആദ്യം പറഞ്ഞത്, നമ്മൾ എപ്പോഴും പുതിയവ അവതരിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. പുതിയ പ്രൊഡക്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ സാരി ചുരിദാർ മാത്രമേ വിൽക്കുള്ളൂ എന്നല്ല. നമ്മൾ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മളത് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഒന്നുകിൽ ബിൽ ഓഫറുകളായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റിച്ച് വാങ്ങുന്നവരോട് പറയാ, നിങ്ങൾ ഓൾറെഡി സ്റ്റിച്ച് വാങ്ങിയതല്ലേ, അതുകൊണ്ട് ഇതിന്റെ മെറ്റീരിയലും ഉണ്ട്, ഇത് ഡിസ്കൗണ്ട് റേറ്റിൽ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനും ഒരു സ്റ്റിച്ചും സൈസും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംബോ ഓഫർ ആയിട്ട് തരും. ആ രീതിയിലൊക്കെ നമ്മൾ പുതിയ ടെക്നിക്സ് നമ്മുടെ ബിസിനസ്സിൽ അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിക്കുമ്പോഴാണ് നമുക്കിത് ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ. നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇരിക്കുന്ന സാധനം ഉണ്ടായിരിക്കാം, ഇല്ലേ? ഔട്ട്ഡേറ്റഡ് ആയ സ്റ്റോക്ക് ഉണ്ടാവും, മോഡൽ ഔട്ട്ഡേറ്റഡ് ആയത്. അതൊക്കെ നിങ്ങൾക്ക് കോംബോ ഓഫർ ഇട്ട് വിൽക്കാം. നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിനൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോംബോ ഓഫറും ബൈ 2 get 1 free ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. സാർ വേറെ നേരെ ആഡ് ചെയ്യണമെങ്കിൽ സാധനം ആഡ് ചെയ്യാം. ഞാനും പറയാൻ ഉദ്ദേശിച്ചത് തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ശരിക്കും വേണമെങ്കിൽ
പറഞ്ഞ ബണ്ടിൽ ഓഫർ ചെയ്യാം. അതുപോലെ തന്നെ കുർത്തി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വേറെ എന്തെങ്കിലും ഷോൾ അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കാം. അഡീഷണൽ അതിന് ഇത്ര രൂപ മാത്രമേ എന്നുള്ളൂ, ഇതിന്റെ ഒപ്പം എടുക്കുമ്പോൾ ഇത്ര രൂപ, ഇങ്ങനത്തെ ഓൺലൈൻ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ടും കൂടി എടുത്ത്, അതായത് ക്രോസ് സെല്ലിംഗ് കൂടി വരുന്നത്. ഇപ്പോൾ ഒരു ഷർട്ടും മുണ്ടും ആണെന്ന് കരുതുക, ഷർട്ടാണെന്ന് കരുതുക, മുണ്ട് ഒപ്പം കൊടുക്കാം. അല്ലെങ്കിൽ അതിന് പറ്റുന്ന എല്ലാം നമുക്ക് എന്താണോ അതിന് ഉപയോഗിക്കുന്നത് ഒപ്പം ഉപയോഗിക്കുന്നത് അതുകൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഓൺലൈനിൽ. ദാറ്റ്സ് ഗുഡ്. എല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ് സെല്ലിംഗ് ക്രോസ് സെല്ലിങ്ങിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ പറയൂ. സാധാരണ സെയിൽസിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറെ മേഖലയാണ് ഇത്, അല്ലേ? ശരിക്കും യെസ്, അതാണ് അതിന്റെ പ്രത്യേകത. ഇത് ശ്രദ്ധിച്ചാൽ നമ്മളുടെ പ്രൊഡക്ഷനും ബിസിനസ്സും കൂടിക്കൊണ്ടിരിക്കും, കുറയില്ലേ. ഒപ്പം തന്നെ നമ്മൾ പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യും. കാരണം നമ്മൾ തിങ്ക് ചെയ്യുമല്ലോ ഇതിന്റെ കൂടെ ക്രോസ് സെല്ലിങ്ങിനെ പറ്റിയ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ അതെ, ശരി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും Any question? ഇല്ല. ഓക്കെ, ശരി. നമുക്കിനി 4 മിനിറ്റ് സമയം. അപ്പോ നമ്മള് 21ാമത്തെ ദിവസം എന്ന് പറയുന്നത് 9-ാം തീയതിയാണ്, ഓഗസ്റ്റ് 9-നാണ്. ഓഗസ്റ്റ് 9-ന്റെ നമ്മൾ നമ്മുടെ അവസാനത്തെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ വന്നിട്ടിരുന്ന ഏകദേശം 77ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. 40ഓളം പേര് ആവറേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് ആളുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ടീം ലീഡേഴ്സ് വരെ മുങ്ങിയിരിക്കുന്നു. ഇനീഷ്യൽ എന്തൂസിയാസം എന്ന് പറയുന്ന സിസ്റ്റമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോ നമ്മൾ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് നമ്മൾ ഈ ഓൺലൈനിലൂടെ കാണുന്നവരെല്ലാം നേരിട്ട് കാണാം എന്നുള്ളൊരു ഓപ്ഷൻ 1-2 പേര് എന്നോട് മുന്നോട്ട് വെച്ചു. അപ്പോ ശരി, അതിന്റെ ഒപ്പം ഒരു അപ് സെല്ലിംഗ് കൂടി ആയിക്കോട്ടെ എന്ന്, ക്രോസ് സെല്ലിംഗ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു ബിസിനസ് ക്ലാസ് കൂടി വെച്ചത്. എന്തെങ്കിലും വരുന്നതിനൊരു കാരണം വേണ്ടേ, ഒരാളെ പരിചയപ്പെടാൻ എന്നുള്ളതല്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ഓഗസ്റ്റ് 15-ന് നമ്മുടെ പ്രോഗ്രാം, പബ്ലിക് പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും. എനിക്ക് തോന്നുന്നു ഇന്ന് വരെ ഞാൻ നടത്തിയ പബ്ലിക് പ്രോഗ്രാമിൽ ഏറ്റവും കുറഞ്ഞ പേയ്മെന്റ്, കുറഞ്ഞ ഫീസ് വെച്ചിരിക്കുന്നത് ഈ പ്രോഗ്രാമിലാണ്. ഇതിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് കിട്ടില്ല എന്നുള്ള നല്ല പൂർണ്ണമായ ബോധ്യമുണ്ട്. നമുക്ക് ഭക്ഷണം അടക്കം, അവിടുത്തെ ഫെസിലിറ്റീസ് അടക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കമുള്ള സംഭവങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മൾ അതിന് പറ്റുന്നൊരു സ്പേസ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യും. ബിസിനസ്സിലെ സ്വാതന്ത്ര്യം, ബിസിനസ് സ്വതന്ത്രമായിട്ട് കൊണ്ടു നടക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. സോ ആ ബിസിനസ് സ്വതന്ത്രമായിട്ട് കൊണ്ടു നടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന കുറെ പേരൊക്കെ അത് ഉപകാരപ്പെടുന്നതാണ്. പക്ഷെ ഇന്നലെ ഞാൻ ഒരുപാട് യെസ്സുകളൊന്നും കണ്ടില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ചാടി വീഴുന്നതാണ്. 999 രൂപയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ എന്താ പറയാ, സൗജന്യമായത് മാത്രം നോക്കി നടക്കുക. ഡോണ്ട് ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ മേലെ നിങ്ങൾ ഒരു കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യരുത്. കമ്പനിക്ക് വേണ്ടി, ഒരു ബിസിനസ്സിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത നിങ്ങളുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇട്ടിരിക്കുന്ന എത്ര പൈസയാണെങ്കിലും, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഇട്ടിരിക്കുന്നത് എത്ര രൂപയാണെങ്കിലും അതെല്ലാം നമ്മുടെ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ പോലെ ഒരു ദിവസം പൊട്ടിപ്പോകും. കാരണം ആ ഒരു ബിസിനസ് കൊണ്ടു നടക്കേണ്ട ആൾ നമ്മളാണ്. നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം, നമ്മൾ ഡെവലപ്ഡ് ആയിരിക്കണം, നമ്മൾ നോളേജബിൾ ആയിരിക്കണം, നമ്മൾ കൃത്യമായിട്ട് പുതിയ സ്ട്രാറ്റജികളും പുതിയ അപ്ഡേഷൻസും എടുത്തുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ വീട് വെക്കാനോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കോ അല്ല, അത് എൻ്റെ മുകളിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും എൻ്റെ വരുമാനത്തിന്റെ 25% പഠനത്തിലേക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരാളാണ്. എൻ്റെ 1 രൂപ എനിക്ക് കിട്ടിയ 25 പൈസ ഞാൻ മാറ്റിവെച്ചിരിക്കും. 100 രൂപ കിട്ടിയ 25 രൂപയ്ക്ക് ഞാൻ ഒന്നില്ലെങ്കിൽ ബുക്സുകൾ വാങ്ങും, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. നിങ്ങൾ വിചാരിക്കരുത് രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ എനിക്ക് പണിയുള്ളൂ, അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണെന്നല്ല.
എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പല ക്ലാസ്സുകളും ഡെയിലി വൈസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല ഇന്റർനാഷണൽ ട്രെയിനേഴ്സിനെ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊക്കെ എനിക്ക് സംസാരിക്കാൻ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും കാര്യങ്ങൾക്ക് പറയാം. അല്ലാണ്ട് ഞാൻ ജനിച്ചപ്പോ ചന്ദ്രമാഷി ശശിപ്രഭ ടീച്ചറും കൂടി കുറെ ബിസിനസ് പഠിപ്പിച്ചിട്ടില്ല. ഇത് അച്ഛനും അമ്മ കേട്ടോ. അപ്പോ ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ്, അത് നിർബന്ധമാണ്. അത് എന്റെ പ്രോഗ്രാമിൽ തന്നെ വേണമെന്നല്ല. പലരും അയ്യോ ഓഗസ്റ്റ് 15 ലീവ്, വീട്ടിലെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന അച്ഛൻ പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ എന്നിരിക്കാം, അമ്മ വീട്ടിലൊപ്പം, നമുക്ക് വീട്ടിലൊപ്പം ഇരിക്കാം. ആ ദിവസം തന്നെ സാറ് കൊണ്ട് ഈ പരിപാടി വെച്ചപ്പോഴെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ദിവസത്തിനേക്കാൾ നല്ലൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഹോളിഡേ എന്നുള്ളത് മാത്രമല്ല, ആളുകള് ഇന്ത്യയിലെ എല്ലാ ആളുകളും വീട്ടിലിരിക്കുന്ന ദിവസമാണ്. അപ്പോ ഒരു ബിസിനസ്സുകാരൻ 24 മണിക്കൂറും പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 15 വെച്ചത്. സ്വാതന്ത്ര്യം അറിയിക്കുന്നുണ്ടെങ്കിൽ ഗാന്ധിജിയും അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവും അല്ലെങ്കിൽ ആരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു, അവരൊക്കെ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ജീവിതത്തിൽ അവര് നേടിത്തന്നതാണ് സ്വാതന്ത്ര്യം. അറിയാലോ അല്ലെ? സ്വാതന്ത്ര്യ സമരങ്ങൾ നടത്തിയത്. ജീവിതത്തിൽ സമരങ്ങൾ വേണം, അതിനുള്ള ഒരു അവസരമാണ്. യെസ്, വൈജുഭായ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇറ്റ്സ് അപ്സെല്ലിംഗ്. ഞാൻ അപ്സെല്ലിംഗ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇറ്റ്സ് അപ്സെല്ലിംഗ്. ഇത് ഒത്തുകൂടാനുള്ള, നെറ്റ്വർക്കിങ്ങിനുള്ള, പരസ്പരം കാണാനുള്ള, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമാക്കി എടുക്കണം. ഇന്ന് നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമാണ് ഈ 990 രൂപ. അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമാണ്. പുറത്ത് നമ്മളത് 2000 റുപ്പീസാണ് നമ്മൾ സെല് ചെയ്യുന്നത്. സോ നമുക്ക് നിർത്താം. ഇന്ന് രജിസ്ട്രേഷൻ ആരംഭിക്കും. താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ 30 സീറ്റേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും എനിത്തിങ് യു വാണ്ട്? സർ, ടൈമിംഗ് എങ്ങനെയായിരിക്കും സർ? ടൈമിംഗ് നമുക്ക് 11 മണി തൊട്ടിട്ട് 5 മണി വരെയാണ് നമ്മുടെ ടൈമിംഗ്. ഭക്ഷണമൊക്കെ നമ്മൾ തരും. അല്ല സർ, ഞാൻ എന്ത് പറ്റി? വേറെ ആരും സംസാരിക്കുന്നു. അല്ല കുഴപ്പമില്ല. ഹരിദാസേട്ടൻ അൺമ്യൂട്ട് ചെയ്തിട്ടിരിക്കുക. പറയും വിജയ് പറയും. അല്ല, ഞാൻ ട്രെയിൻ ടൈം നോക്കിയതാണ്. അവൈലബിൾ ആയിരിക്കും സർ. ഞാൻ 99.101% ഞാൻ എത്താം സർ. ഞാൻ പേയ്മെന്റ് ഇന്ന് ചെയ്തേക്കാം സർ. ഞാൻ മാത്രമല്ല, ഈ എല്ലാ കൊച്ചു സ്ക്രീനിലും ഏകദേശം 2.5 ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ സ്ക്രീനുകളൊക്കെ. എല്ലാവരും ആ ഒരു വ്യൂവിലാണ് കാണുന്നത്. എല്ലാവരെയും കൂടെ ആ ഒരു പരിപാടിയിൽ എത്തണം എന്ന് ഞാൻ സാറിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും പേഴ്സണലായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു. 999 രൂപ എന്ന് പറയുന്നത് വളരെ നമ്മളെ പോലെ ഉള്ളവർക്ക് അറിവ് നേടാൻ വേണ്ടിയിട്ട്, അതും സാറിന് ഇത്രയും ദിവസം ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നവരെല്ലാം നമ്മൾ ഇന്ന് നേരിട്ട് കാണാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇന്ന് നേരിട്ട് കാണുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും പരിപാടിക്ക് വരിക. ഞാനിത് സാറ് പറഞ്ഞിട്ടൊന്നുമല്ല, സാറിന് ഇതിനെ ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇറ്റ്സ് എ റീ ക്യാമ്പയിൻ. എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനും പുതിയ ആശയങ്ങളും അല്ലെങ്കിൽ പുതിയ പ്രോഗ്രാംസും അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുമായിട്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഴയ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യണം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നമ്മുടെ പരിപാടിയിലോട്ട് വരിക. സാറ് പരിപാടിയിൽ വരിക മാത്രമല്ല, ഒപ്പമുള്ള ബിസിനസ് സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് വരിക. അവരും അറിയട്ടെ നമ്മൾ പഠിക്കുന്നുണ്ടെന്ന്. ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പുള്ളിയുടെയും കൂടെ ഒന്ന് പറയാം. എറണാകുളത്തെ പുള്ളിയുടെ പുള്ളിക്കാരൻ ഇതിനൊക്കെ വലിയൊരു ആക്റ്റീവാണ്. വിജയോട് മാത്രമല്ല എല്ലാവരോടും. ഞാൻ സനീഷ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ സനീഷ് ചില പാർട്ട്നേഴ്സ് ആണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. സനീഷിക്കൊക്കെ നല്ല ബോധ്യം ഉണ്ട് ആ കാര്യത്തില്. പാർട്ട്ണർ ഇവിടെ ഇല്ലല്ലോ സനീഷ്, കുറ്റം പറയാലോ അല്ലെ? സനീഷിയുടെ വളർച്ചയ്ക്ക് മറ്റേ ബ്രേക്ക് പിന്നിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നത് സനീഷിയുടെ പാർട്ട്ണറാണ്. കാരണം സനീഷിയുടെ ഓടിയെത്താൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ, നിങ്ങളെ പിൻവലിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അവർ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു കുറ്റം പറയാനാണെങ്കിൽ അവരെയും പിടിച്ചോട്ട് പോവാം. ഒരു എന്താ പറയാ, ഒരു ഫുൾ മന്തിയുടെ പൈസയാവുന്നുണ്ട്. ഒരു ഫുൾ മന്തി 4 ലൈന് അതിന്റെ പൈസയാവുന്നു അല്ലേ അഭിരാമേ? അതല്ലേ അതിന്റെ കറക്റ്റ്? ഒരു നേരം പുറത്തിറങ്ങിയിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാശ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാവും.
അതിൽ മേലൊന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, സാറേ മോർണിംഗ് കാലിക്കറ്റ് വരികയാണെങ്കിൽ 11 മണിക്ക് എത്തിക്കൂടെ? മോർണിംഗ് ട്രെയിനിൽ 11 മണിയുടെ ട്രെയിൻ, 10 മണിക്ക് ട്രെയിൻ ഉണ്ട്, 11 മണിക്ക് ട്രെയിൻ ഉണ്ട്. അതിന് സൗകര്യത്തിന് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. മലബാറിൽ നിന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. 11 മണി. അനീഷി പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. അതാരാ? ആരായിരുന്നു അത്? രാഹുൽ രാഹുൽ ഭായി. ഓക്കെ, നമുക്കൊന്ന് കാണുകയും ചെയ്യണം. ശരിയാ, നമുക്കൊന്ന് ചെയ്യാം. ഞാൻ കാലിക്കറ്റിലേക്ക് വരാം. ഒരാൾ അലോപ്പതി, ഒരാൾ ആയുർവേദം. രാഹുൽ ഓൾറെഡി വീട്ടില് അലോപ്പതി ആയുർവേദമായിട്ട് ജീവിക്കുന്നതാണ്, നല്ലതാണ്. ചിലപ്പോ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടാവും. ഓക്കെ, ശരി. ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ച് പോവാം. അതെ, അതെ, വെരി ഗുഡ്. അതെ. അങ്ങനെ തന്നെയാണ്. അല്ല, ഇതിന് പോകുന്നവരൊക്കെ ഒന്ന് തീരുമാനിച്ച് പറഞ്ഞു കഴിഞ്ഞാലേ ഒരുമിച്ച് പോകാം. കാറിലോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഒരുമിച്ച് പോകാം. ട്രെയിൻ തന്നെ നോക്കണമെന്നില്ലല്ലോ. പല രീതിയിലും തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ ഞാൻ ഉണ്ടാകാം. ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് ഒരു 5 പേരുണ്ടെങ്കിൽ കാർ എടുത്ത് പോവാം. കുഴപ്പമുള്ള ദിവസമൊന്നുമല്ല. എല്ലാവരും കൂടി രസമായിട്ട് പോവാലോ. തിരുവനന്തപുരത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോ? തെക്കിൽ അബി തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്തുണ്ട്. അത് നമുക്ക് ഗ്രൂപ്പിൽ കോർഡിനേറ്റ് ചെയ്യാം. നമുക്ക് അതായിരിക്കും നല്ലത്. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതുകൂടി പറഞ്ഞു നിർത്താണ്. നമ്മൾ ആക്ച്വലി ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രാഞ്ചൈസി പാർട്ണർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, നമ്മുടെ ഗ്രൂപ്പിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റാതെ ഫസ്റ്റ് ലെവലിൽ തന്നെ നിൽക്കുന്ന ചില ബിസിനസ്സുകാരുണ്ട്. ഇപ്പോഴുള്ള ബിസിനസ്സിൽ നിന്ന് അധികം ഒന്നും വരുമാനമില്ല, കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് എനിക്ക് വലിയൊരു ബിസിനസ്സിലേക്ക് കടക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ ഉദ്ദേശിച്ചിട്ടായിരുന്നു ഇന്നലെ പോസ്റ്റ് ഇട്ടത്. അല്ലാണ്ട് വലിയ ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചിട്ടല്ലായിരുന്നു ഞാൻ പോസ്റ്റ് ഇട്ടത്. ഓൾറെഡി ബിസിനസ് ഉള്ളവരെ ഉദ്ദേശിച്ചിട്ടില്ല. മന്ത്ലി ഒരു ചെറിയ എമൗണ്ട് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇതായിരുന്നു ഫ്രാഞ്ചൈസി പാർട്ണർ എന്ന് പറയുന്നത്. ഒരിക്കലും എന്താ പറയാ, ഞാൻ അവരോട് പറഞ്ഞൊരു പോയിന്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു കമ്മീഷൻ പരിപാടിയല്ല, ഒന്നുമല്ല. എന്റെ ബിസിനസ്സിൽ ഞാൻ ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അതിൽ എൻ്റെ അടുത്ത് ഒരുപാട് ലിസ്റ്റ് ഉണ്ട്, കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ട്, ലീഡ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് പലപ്പോഴും നമ്മൾ ടെക്നീഷ്യൻ ജോബ് ആയതുകൊണ്ട്, ടെക്നീഷ്യൻ പോലെ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരൊന്നും കണക്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഒരു 4 പേരെ ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വേക്കൻസി കൂടി ഉണ്ട്. അതിലേക്ക് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. 5 പാർട്ട്നേഴ്സ് ഇനി മുതൽ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അതായത് കേരളത്തിൽ ഇനി 5 പാർട്ട്നേഴ്സ് എനിക്കുണ്ട്. എൻ്റെ പാർട്ട്നേഴ്സാണ്. അവരെനിക്ക് വേണ്ടിയിട്ട് എനിക്കല്ല, എൻ്റെ കമ്പനിക്ക് വേണ്ടി സംസാരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി പലരെയും കോണ്ടാക്ട് ചെയ്യുന്നത് അവരായിരിക്കും. എൻ്റെ ടീം ഞാൻ വിളിച്ചിട്ട് സനീഷ് വരൂ എന്നുള്ളതല്ല. ആ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവരുടെ സപ്പോർട്ട് കൂടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിലിടും. ബാക്കി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോ സുലാം, ബൈ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സർ. Thank you. Good morning. താങ്ക് യു.